ത്രിയേകനായ ദൈവം കാലങ്ങൾക്ക് മുന്നമേ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശ സൃഷ്ടി എന്ന് പറയുന്നത് ദൃശ്യവും അദൃശ്യവുമായ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്. ദൃശ്യമെന്നത് നക്ഷത്രമണ്ഡലത്തെയും അദൃശ്യമെന്നത് ദൂതമണ്ഡലത്തെയും ഒരുമിച്ച് ചേർക്കുന്നു. ദൂതമണ്ഡലത്തിന് പാർക്കത്തക്കതായ നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിക്കുകയും അവിടെ ദൂതന്മാരെ പാർപ്പിക്കുകയും ചെയ്തപ്പോൾ തന്നെ പ്രധാന ദൂതന്മാരും ശക്തിയേറിയവരും ദൈവത്തിന് പ്രത്യേക ആവശ്യമുള്ളവരുമായ ലൂസിഫർ ഉൾപ്പെടെ ചില ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ തന്നെ പാർപ്പിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നാം ദൈവത്തെ അനുസരിക്കുന്നത് നമ്മുടെ അറിവോടും നമ്മുടെ സ്വാതന്ത്ര്യത്തോടും നമ്മുടെ സ്വന്തം ഇച്ഛയോടും കൂടെ ആകണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ബലാത്കാരേണ ഒരുവനെ കീഴടക്കി വയ്ക്കുകയല്ല ദൈവിക താല്പര്യം. പകരം അവനവൻ്റെ താല്പര്യത്തിന് ദൈവത്തെ ആരാധിക്കുന്നവനെ മാനിക്കുകയാണ് ദൈവിക താല്പര്യം. അങ്ങനെ ലൂസിഫർ ദൈവത്തെ അനുസരിച്ച് ഒരു കാലഘട്ടം മുഴുവനും ജീവിച്ചിരുന്നെങ്കിലും ശാസ്ത്രവും ബൈബിളും ഒരുമിച്ച് ചേർത്താൽ ഏറെക്കുറെ ഒരു കണക്കിൽ 920 കോടിയോളം വർഷങ്ങൾ സ്വർഗത്തിൽ ലൂസിഫർ തുടർന്നിരുന്നെങ്കിലും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നവൻ സ്വന്തം ഹൃദയത്തിൽ ചിന്തിച്ച കാരണത്താൽ ലൂസിഫറിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിനു വേണ്ടി ഭൂമി ദൂതന്മാർക്ക് വസിക്കത്തക്ക സാഹചര്യത്തിൽ സൃഷ്ടിച്ച് ആ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കേണ്ടതിന്, അഥവാ സ്വർഗത്തിൻ്റെ കോളനിയാക്കി ഭൂമിയെ മാറ്റേണ്ടതിന് ലൂസിഫറിനെ നിയമിക്കുകയും ചെയ്തു എന്ന് നാം കണ്ടു. തുടർന്ന് ലൂസിഫർ അവിടെയും ദൈവത്തോട് പാപം ചെയ്യുകയും ആ ഭൂമിയിൽ വന്ന ലൂസിഫർ ഭൂമിയെ ദൈവിക ഓർഡറിൽ നിന്നും റീസെറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു. റീസെറ്റ് എന്ന പദം ഇന്ന് വളരെ ഗൗരവമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഞാൻ ആ പദം ഉപയോഗിച്ചു വന്നു. ദൈവത്തിൻ്റെ ഓർഡറിൽ നിന്ന് അതിനെ റീസെറ്റ് ചെയ്ത് ഒരു ഭൗതികമായ ഓർഡറിൽ, അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ ചിന്തയിൽ, ലൂസിഫറിൻ്റെ കൾച്ചറിൽ, ലൂസിഫറിൻ്റെ ഡൊമിനിയനിൽ അതിനെ കൊണ്ടുപോകുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്രകാരം ഒരു റോങ് റീസെറ്റിലേക്ക് ഭൂമിയെ കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിൽ ദൈവം ഭൂമിയുടെ കോസ്മോസ് മാറ്റുകയും ലൂസിഫറിനെ അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും ഭൂമിയെ സംഹാരശപഥം കൊണ്ട് മൂടുകയും ഇതിൻ്റെ കോസ്മോസ് മാറ്റി ദൂതന്മാർക്ക് വസിക്കുവാൻ കൊള്ളരുതാത്തതും അതേ സമയത്ത് മനുഷ്യന് പാർക്കുവാൻ, മനുഷ്യൻ അന്ന് വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പുതുതായി ഒന്ന് വരികയാണ്, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആവശ്യമുള്ള കോസ്മോസിലേക്ക് ഭൂമിയെ മാറ്റുകയും അങ്ങനെ മനുഷ്യനെ പൂർണ്ണ ചുമതലയിൽ ഭൂമിയിലാക്കി ഡൊമൈൻ ചെയ്യുവാൻ, വാഴുവാൻ ഏൽപ്പിക്കുകയും ചെയ്ത് ദൈവിക പാറ്റേണിലേക്ക് ഇതിനെ റിസ്റ്റോർ ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചു. 2 ടേംസ് ഇപ്പം ഞാൻ ഉപയോഗിച്ചു. ഒന്ന് റീസെറ്റ്, ദൈവം കൊണ്ടുവന്നിരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും അതിനെ റീസെറ്റ് ചെയ്ത് ലൂസിഫറിൻ്റെ പാറ്റേണിൽ കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ലൂസിഫറിൻ്റെ പാറ്റേണിൽ നിന്ന് തിരികെ അതിനെ പിടിച്ച് ദൈവിക പാറ്റേണിൽ കൊണ്ടുവരേണ്ടതിന് ദൈവം ആദം ഹവ്വമാരെ കൊണ്ടുവരികയും അവരെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. അവർക്കും പൂർണ്ണ അധികാരം ദൈവം കൊടുത്തു. പാപം ചെയ്യുവാൻ പോലും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. അനുവാദമല്ല, അവർക്ക് സാധിച്ചു. അന്നും ദൈവം അവരെ പിടിച്ചു നിർത്തിയില്ല, കാരണം ദൈവം അവർക്ക് അധികാരങ്ങൾ കൊടുത്തിരുന്നു. ഇങ്ങനെ മാനുഷികമായ വാസത്തിന് കൊള്ളാവുന്ന പുതിയ കോസ്മോസിന് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വലിപ്പവും ഏതാണ്ട് 100 ബില്യണിലധികം ഗാലക്സികളുമായി അറിയപ്പെടുന്ന യൂണിവേഴ്സ് രംഗത്ത് വരികയും ചെയ്തു. സാത്താൻ സർപ്പത്തിലൂടെ ഹവ്വായെ വഞ്ചിച്ച് വിശ്വാസത്തിൽ തെറ്റിച്ച് പഴം തീറ്റിച്ച് ഭരണം ആദാമിൽ നിന്ന് പിടിച്ചെടുത്തു. ആദാമിൻ്റെ ഭരണത്തിൽ ഭൂമിയെ കൊണ്ടുവന്ന് സ്വർഗത്തിൻ്റെ കോളനിയാക്കി കൊണ്ടുപോകുവാൻ തീരുമാനിച്ചതായ ആദാമിനെ വഞ്ചിച്ചുകൊണ്ട്, ഹവ്വയെ വഞ്ചിച്ചുകൊണ്ട് സാത്താൻ പിന്നെയും അധികാരം പിടിച്ചെടുക്കുകയും അരുതാത്ത പഴം തിന്നുകൊണ്ട് ഭൂമിയുടെ ഭരണം സാത്താൻ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രപഞ്ചം എൻ്റേത് എന്ന് ദൈവം വാദിക്കുന്നു, ഇല്ല വിട്ടുതരികയില്ല എന്ന് സാത്താനും വാദിക്കുന്നു. അവർ രണ്ടുപേരും തമ്മിൽ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയെ 2 ഭാഗങ്ങളായി തിരിക്കുകയും അതിനകത്ത് ആകെ ഭൂമിയുടെ 1,00,000 ഭാഗത്തിൽ താഴെ ഒരു ഭാഗം ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നുള്ള വിശ്വസ്തനെന്ന് ദൈവം എണ്ണിയ അബ്രഹാമിനെ ഏൽപ്പിക്കുകയും അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം പറയുകയും ബാക്കി മുഴുവൻ സ്ഥലവും ജാതികൾക്ക് വേണ്ടി ദൈവം പകുത്ത് കൊടുക്കുകയും ചെയ്തു. ജാതികളുടെ കയ്യിൽ പകുത്ത് കിട്ടിയതായ ആ ഭൂമിയെ തൻ്റെ ആ അല്പം സ്ഥലം മാത്രം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്ക് ഒരു ഉടമ്പടി തരുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്ന ഉടമ്പടിയെ ഉറപ്പിക്കുകയും ചെയ്തു. ആ ഉറപ്പിച്ച ഉടമ്പടിയിൻ പ്രകാരം ദൈവം ഭൂമിയുടെ 1,00,000 താഴെയുള്ള ചെറിയ ഒരു ഭാഗം ആദം ഹവ്വമാരെ അബ്രഹാമിനെ ഏൽപ്പിക്കുകയും ബാക്കിയുള്ളത് മുഴുവനും ജാതികൾക്കായി പകുത്തു കൊടുക്കുകയും ചെയ്തു.
അബ്രഹാമിനെ ദൈവം ഏൽപ്പിച്ച കൊച്ചു ഭാഗത്ത് ദൈവിക കൾച്ചർ നിലനിർത്തേണ്ടതിനായി, ദൈവിക സമ്പ്രദായങ്ങൾ നിലനിർത്തേണ്ടതിനായി ദൈവം അതിനെ റിസ്റ്റോർ ചെയ്തുകൊണ്ട് ദൈവിക സമ്പ്രദായങ്ങളിൽ എത്തിക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണം ജനത്തിനെ കൊടുക്കുകയും, നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങളെൻ്റെ സ്വന്തം ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ വഴികളിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് മോശെ മുഖേന ന്യായപ്രമാണം കൊടുക്കുകയും, ആ ന്യായപ്രമാണത്തെക്കുറിച്ച് ഉറപ്പിച്ച് പഠിപ്പിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ന്യായശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും ദൈവം നിയമിക്കുകയും ചെയ്തു. ഈ ന്യായശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും സാത്താൻ വലിയൊരളവിൽ സ്വാധീനിക്കുകയും ദൈവത്തിൻ്റെ പൂർണ്ണ വിശുദ്ധിയിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവരിൽ അനേക വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ദൈവം ആ കൊച്ചു സ്ഥലത്തെ ഉപയോഗിച്ച് ഒരു ഇസ്രായേൽ ജാതിയായി അവരെ വളർത്തുകയും ആ ജാതിയിൽ നിന്ന് വിശുദ്ധനായ തൻ്റെ പുത്രന് ജനിക്കേണ്ടതിന് ഒരവസരമൊരുക്കുകയും ക്രിസ്തു ജനിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്രയായവൻ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന യെശയ്യാ 9:6 വാഗ്ദത്തത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്രയായി തൻ്റെ കർത്താവായ യേശു ഭൂമിയിൽ പിറക്കുകയും ആ യേശു വളർന്ന് പിതാവിൻ്റെ കൽപ്പനപ്രകാരം പിതാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം സ്നാനമേറ്റ് മറ്റുള്ളവർക്ക് ഒരു മാതൃക യേശു കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ ദൈവം പകർന്ന് ആത്മാവിനെ വീണ്ടും ഭൂമിക്ക് നൽകി യേശു മുഖേന ഒരു സഭയെ രൂപീകരിക്കുകയും ചെയ്തു. കാൽവറി ക്രൂശിൽ തൻ്റെ സഭയ്ക്കു വേണ്ടി വില മുടക്കുകയും പാപത്തിൻ്റെ പരിഹാരം കാൽവറിയിൽ വരുത്തുകയും ചെയ്തവനായ യേശു കാൽവറിയിൽ മരിക്കുന്ന സാഹചര്യത്തിൽ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം രണ്ടായി ചീന്തി. പഴയ അനേക തത്വശാസ്ത്രങ്ങൾ കീറിമാറ്റിയ ശേഷം കല്ലറകളെ പിളർന്ന് പാറകൾ പിളർന്ന് കർത്താവ് ഒരത്ഭുതം സൃഷ്ടിക്കുകയും തൻ്റെ മരണത്തോടുകൂടെ ഒരു പുതുമ ലോകത്തിന് കൊണ്ടുവരികയും ചെയ്തു. മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് കയറുകയും തൻ്റെ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി തൻ്റെ മക്കൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്ത ചരിത്രം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തിരുസഭ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പ്രാപിച്ചു. ദേവാലയത്തിൽ നിന്നൊരല്പം അകലെയോട്ട് മാറി അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന് ദൈവത്തെ സേവിക്കേണ്ടതിന് ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് യേശു അവരെ പഠിപ്പിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, അങ്ങയുടെ രാജ്യം വരണമേ. ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരിക, ദൈവിക കൾച്ചർ ഭൂമിയിൽ കൊണ്ടുവരിക, ദൈവിക സമ്പ്രദായം ഭൂമിയിൽ നടപ്പാക്കുക, ഇതായിരുന്നു ദൈവിക താല്പര്യം. ആ താല്പര്യത്തിന് വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കേണ്ടതിന്, ആ താല്പര്യത്തിന് വേണ്ടി ഭൂമിയെ ദൈവിക കൾച്ചറിൽ കൊണ്ടുവരേണ്ടതിന് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെടുകയും അഭിഷക്തരായിരുന്ന കർത്തൃദാസന്മാർ ദൈവിക മര്യാദയിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്തു. അന്നെല്ലാം ഒരുപോലെ എതിർപ്പുകൾ അവർക്കുണ്ടായിരുന്നു. അവർ എതിർപ്പുകൾ അനുഭവിച്ചു. ജാതികളുടെ കാലഘട്ടമായി ദൈവം ഈ സമയത്തെ കൊടുത്തിരിക്കുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 നാം കാണുകയുണ്ടായി. ജാതികളുടെ കാലം തികയുവോളം, ജാതികളുടെ കാലം ദൈവം ജാതികൾക്കാണ് ഭൂമിയെ കൊടുത്തിരിക്കുന്നത്. അത് ആ ജാതികളിൽ ഓരോന്നിനും മുഴുഭൂമിയും ഒരുമിച്ച് ഭരിക്കണം, അടക്കി വാഴണം എന്നിത്യാദിയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഇത് ലൂസിഫറിൻ്റെ ചിന്താഗതി തന്നെയായിരുന്നു. എന്നാൽ എഴുന്നേറ്റ് വന്ന ഓരോ വലിയ രാജ്യങ്ങളും സംസ്കാരങ്ങളും ദൈവരാജ്യത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് വേണ്ടി ബലവും പ്രയോഗിച്ചു, എല്ലാ അധർമ്മങ്ങളും പ്രയോഗിച്ചു, എല്ലാ ട്രിക്കുകളും പ്രയോഗിച്ചു. അങ്ങനെ അവരെ നശിപ്പിക്കുവാനായി ശ്രമിച്ചു. ഹിറ്റ്ലർ മുതലായ വലിയ ചക്രവർത്തികൾ ആ ജനത്തെ തകർത്ത് ഇല്ലാതെയാക്കി. ആ ചെറിയതുപോലും തകർത്ത് തീരെ ചെറുതാക്കി. അതെ, ദൈവത്തിന് തീരെ ചെറുതിൽ നിന്ന് പണിയുക എന്നൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഗിദെയോൻ്റെ സൈന്യത്തിന് കേവലം 300 പേർ മതി എന്ന് തീരുമാനിച്ചവനായ ദൈവം ഇസ്രായേൽ ഉടഞ്ഞ് തകരുവാൻ സമ്മതിക്കുകയും ഹിറ്റ്ലർ മുതലായി അനേകരുടെ കൈകൊണ്ട് നാശം അനുഭവിക്കുവാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. എന്തിന്? നാസികളുടെ പ്രവർത്തനത്തിലും ഇതര ജാതികളുടെ പ്രവർത്തനത്തിലും. ജാതികളുടെ കാലമല്ലേ, അവരത് നന്നായി ഉപയോഗിച്ചു. ജാതികളുടെ കാലത്ത് ശേഷിച്ചിരുന്ന ഇസ്രായേലിനെ അവർ ഒരു ഉണങ്ങിയ അസ്ഥിയെപ്പോലെ ആക്കുകയും ഉണങ്ങി വരണ്ട അസ്ഥി കൂമ്പാരമാക്കി അവരെ മാറ്റുകയും ചെയ്തു. ഒരൊറ്റ ദിവസം കൊന്നൊടുക്കിയതായ ഇസ്രായേലിൻ്റെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഒരു ചിത്രകാരൻ്റെ രൂപത്തിലാണ് നാം കാണുന്നത്. ചരിത്ര യാഥാർത്ഥ്യമാണിത്. താഴെ കാണുന്നത് അസ്ഥികളുടെ കൂമ്പാരമാണ്. ഇസ്രായേൽ കേവലം കരിമലവും കരിവേലകവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ ഒരു വിത്തായി, ഒരു കുറ്റിയായി മാത്രം ശേഷിച്ചു. ഇസ്രായേൽ മുഴുവനും നശിച്ചു. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പോയി എന്നല്ല. ഇല്ല, ഒരു ദിവസം ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. കരിമരവും കരിവേലകവും വെട്ടിയാൽ അവരുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും.
ശേഷിക്കും. ഒരു വിത്ത് പോലെ നാമും ശേഷിച്ചേ മതിയാകുള്ളൂ. തിരുവചനം പറയുന്നത്, വെള്ളത്തിൻ്റെ ഗന്ധമടിച്ചാൽ അപ്പോൾ പൊട്ടിക്കിളിർക്കത്തക്കവണ്ണം അതിനകത്ത് ജീവൻ വെച്ചുകൊണ്ട് അതിനെ ഭൂമിയിൽ നട്ട ഒരു വിത്തിന് തുല്യമായി അത് മാറി. ദൈവത്തിൻ്റെ തിരുസഭയും ഇതേ അനുഭവത്തിലൂടെയാണ് പോകുന്നത്. അതെ, ഉണങ്ങിപ്പോയതായ അത്തി തിരികെ തളിർത്തു വരും. എതിർ ക്രിസ്തു ഒരു വൺ വേൾഡ് റൂളറായി, അഥവാ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു റൂളറായി, ഒരു നേതാവായി എഴുന്നേറ്റ് വരും എന്ന് നാം ആദ്യം മുതൽ ചിന്തിക്കുകയുണ്ടായി. അതൊക്കെ സ്ഥാപിച്ചെടുക്കേണ്ടതിന് വേണ്ടി ഏകലോക ഗവൺമെൻറ് രംഗത്ത് വരുന്നതോടുകൂടെ ഒരു ഏകലോക മതം പുറത്തു കൊണ്ടുവരുവാൻ ലോകം പ്ലാൻ ചെയ്തു, അഥവാ പിശാച് പ്ലാൻ ചെയ്തു. ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം, ഒരു അക്ഷരീക ഗവൺമെൻറ് ഈ ഭൂമിയിൽ വരണം. ആ ഗവൺമെൻറ്റിന് ഒരു ഏകലോക മതമുണ്ടായിരിക്കണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കുമെന്ന് യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം മറക്കരുത്. നോഹയുടെ കാലത്ത് വന്നതുപോലെ ഏലിയൻസ്, അതായത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരികയും, നോഹയുടെ കാലത്ത് അതായിരുന്നു സംഭവിച്ചത്. വീണുപോയ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം കഴിക്കുകയും രാക്ഷസ കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുക്കുകയും ചെയ്തു. അപ്രകാരം വന്ന രാക്ഷസ കുഞ്ഞുങ്ങൾ മുഖേന ദൈവരാജ്യത്തെ ചോദ്യം ചെയ്യുകയും ദൈവരാജ്യത്തെ എതിരെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ക്രിസ്തു, ദൈവം ത്രീ ഏകനായിരിക്കുന്നത് പോലെ പൈശാചിക സമ്പ്രദായവും എതിർ ക്രിസ്തുവും ഒരു ത്രീ ഏക രൂപത്തിലായിരിക്കും വരുന്നത്. 1, ഏകലോക മതം. 2, ഘോരവും ഭയങ്കരവുമായ ഒരു ഗവൺമെൻറ്. 3, നോഹയുടെ കാലത്ത് പോലെ ഉണ്ടായതുപോലെ പൈശാചിക ശക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന സാഹചര്യം എതിർ ക്രിസ്തു തയ്യാറായി. മുഴുഭൂമിയും അടക്കണം, ഒന്നിച്ചു ഭരിക്കണം. ഇതുതന്നെയാണ് അവൻ്റെയും ചിന്ത. ഇനിയും ചില കാര്യങ്ങളൂടെ സംഭവിക്കേണ്ടതുണ്ട്. ഇന്ന് തടയുന്നത് സഭയാണ്. നമ്മൾ ആ ഭാഗങ്ങൾ ഓടിച്ച് ചിന്തിക്കുകയാണ്, നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് എതിർക്കുന്നത് സഭയാണ്, പരിശുദ്ധാത്മാവാണ്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോവുകയും എതിർ ക്രിസ്തു വരികയും ലോകം അവനെ എതിരേൽക്കുകയും ചെയ്യും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ, ഒരു വലിയ മഹാ ഉപദ്രവ കാലമുണ്ടാകും. സത്യത്തിൽ ഇത് യഹൂദന് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ വഞ്ചിച്ചവനായ അതേ പിശാച് ദാനിയേലിൻ്റെ ദർശനം 8-ാം അധ്യായം 24-ാമത്തെ അധ്യായമാകുമ്പോൾ ഒരു ഗവൺമെൻറ്റിന് രൂപം കൊടുക്കുകയും സ്വന്തം ശക്തിയാലല്ല മറ്റൊരു ശക്തിയാൽ ഭരിക്കേണ്ടതിന് വേണ്ടി ആ ഗവൺമെൻറ്റിൻ്റെ മേൽ അധികാരം കൊടുക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്ന് കാണുവാൻ കഴിയും. അവരുടെ തീരുമാനം ഇതായിരിക്കും: ഭൂമി മുഴുവനും അടക്കണം, ഒരുമിച്ച് ഭരിക്കണം. ഇതിനുവേണ്ടി ഏലിയൻ ശക്തികളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഏലിയൻ ശക്തികളെക്കുറിച്ച് സംശയമുണ്ടായിരുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് പറയുകയുണ്ടായി. ബാഹ്യാകാശ പേടകങ്ങൾ ഇന്ന് ഏറ്റവും പുതുതായി ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ വലത്തുവശത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതേ ചിത്രമല്ലേ 1963 ഏലിയൻസ് ഇവിടെ വന്നിറങ്ങേണ്ടതിന് വേണ്ടി പോൾ ഹെയ്ലർ ഉദ്ഘാടനം ചെയ്തതായി കാണിക്കപ്പെട്ടിരിക്കുന്ന 1963 ചിത്രമാണ് ഇടത്തുവശത്ത് കാണുന്നത്. 2020 പണിതതായ ആ പേടകമാണ് വലത്തുവശത്ത് കാണിക്കുന്നത്. എത്രയോ വ്യക്തമായിട്ടായിരുന്നു ആ ടെക്നോളജി അവർ കൈമാറിയത്. പോൾ ഹെയ്ലർ പറയുന്നത് ഏലിയൻസ് അവരുടെ ടെക്നോളജിയും അവരുടെ കൾച്ചറും ഭൂമിയിൽ കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. ഫോർ എ ഗ്രേറ്റ് റീസെറ്റ്. ഭൂമിക്കൊരു വലിയ ഗ്രേറ്റ് റീസെറ്റ് ഉണ്ടാകേണ്ടതിന് വേണ്ടി അവരുടെ ടെക്നോളജി, അതായത് ലോത്തിൻ്റെ കാലത്ത് നടന്നതുപോലെ തന്നെ, നോഹയുടെ കാലത്ത് നടന്നതുപോലെ തന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. ഒരേകലോക മതം വന്നത് നാം ഏറെക്കുറെ ചിന്തിച്ചു കഴിഞ്ഞു. അനേക വിശ്വാസ സത്യങ്ങളെ ഒരുമിച്ചും അസത്യങ്ങളെ ഒരുമിച്ചും കൂട്ടിക്കുഴച്ച് ഒരൊറ്റ ചിന്താഗതിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രവണതയിലേക്ക് നാം വന്നു കഴിഞ്ഞു. അതെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്തും സംഭവിക്കണം. ഇതിനുവേണ്ടി ഏലിയൻസിനെ കൊണ്ടുവരുന്നു എന്നൊരാശയമുണ്ട്. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം ലോകത്തിന് സംശയമില്ലാതെ വണ്ണം ഇന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമാണല്ലോ. യുണൈറ്റഡ് നേഷൻസിൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ മുഴുഭൂമി അടക്കണം, ഒന്നിച്ചു ഭരിക്കണം എന്ന ചിന്താഗതി സ്ഥാപിതമാകുകയും അജണ്ട 2030 മുതലായി പല അജണ്ടകളിലൂടെ ആ കാര്യങ്ങൾ അവർ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. ഒരു വൺ വേൾഡ് ഐ ഡി 2020 ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. എന്താണ് ഇതൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത്? എ ഗ്രേറ്റ് റീസെറ്റ്. ദൈവം കൊണ്ടുവന്ന ദൈവിക കൾച്ചർ, ദൈവിക സമ്പ്രദായം, ദൈവിക സിസ്റ്റം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം എ ഗ്രേറ്റ് റീസെറ്റ്, ഇതായിരുന്നു ലോകത്തിൻ്റെ ചിന്താഗതി. ആ ഗ്രേറ്റ് റീസെറ്റിൽ ഒരു ഐഡിയും ആവശ്യമായി വരും. 666 എന്നൊരു സംഖ്യ കൊണ്ടുവരുന്നതായി കാണിച്ചിരുന്നു. ഒരേക ലോക കറൻസി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്തു പറയുകയുണ്ടായി.
എന്നാൽ ബൈബിൾ ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും? 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുവരികയും വേണം. ഒന്നുകൂടെ ആവർത്തിക്കാം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അതിനുശേഷം രണ്ടാമതായി അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരികയും വേണം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ആ മർമ്മം മാറി അവൻ വ്യക്തിയായി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, അധർമ്മത്തിൻ്റെ മൂർത്തിഭാവം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ദൈവപൈതലേ, ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറണം. 2, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുന്നതിന് മുന്നമേ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നാം വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുവാൻ ദൈവകൃപയിൽ വരുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ഓർപ്പിക്കട്ടെ. ഏറ്റവും പ്രധാനമായി ഇന്ന് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യം ഇതാണ്: വിശ്വാസത്യാഗത്തിൽ വന്നു പോകാതെ നാം സൂക്ഷിക്കണം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആ വിശ്വാസത്യാഗിയായ അധർമ്മമൂർത്തിയെക്കുറിച്ച് പറയുന്നത്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. അവൻ്റെ പ്രവർത്തികൾ അവൻ സഭയ്ക്ക് വെളിയിലല്ല നിർത്തുന്നത്, പകരം സഭയുടെ അകത്തു കൊണ്ടുവരാം. എവിടെയെങ്കിലും സഭയെ ജയിച്ചെങ്കിൽ മാത്രമേ അവന് പിന്നത്തേതിൽ ലോകത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ന്യായവിധി ദൈവഗ്രഹത്തിലാണ് ആരംഭിക്കുന്നത്. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നതാണ് ന്യായവിധിയുടെ പ്രമാണം. ദൈവസഭയിൽ ന്യായവിധി ആദ്യമായി ആരംഭിക്കേണ്ടതിന് ദൈവസഭയെ നശിപ്പിക്കുന്നത്, കീഴടക്കുന്നത് അവൻ്റെ സമ്പ്രദായമാണ്. കാരണം സഭയാണ് ഇന്ന് അവനെ തടയുന്നതായ ശക്തി എന്ന് മറക്കരുത്. വേദപുസ്തകത്തിൻ്റെ തത്വപ്രകാരം അനുദപിക്കുക, മടങ്ങി വരിക അഥവാ റീസെറ്റ് അഥവാ റിപ്പൻഡ് എന്നതാണ്. റിപ്പൻഡ് ഓർ വാട്ട് യു സേ റിസ്റ്റോർ, ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. പൈശാചിക പ്രമാണം നേരെ തിരിച്ചാണ്. എങ്ങനെയെങ്കിലും റീസെറ്റ് ചെയ്യുക, ദൈവപ്രമാണത്തിൽ നിന്ന് അകന്നു മാറുക. പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാർ മുഴുവനും മാനസാന്തരത്തെക്കുറിച്ച് എന്നുമെന്നും വിളിച്ചു പറഞ്ഞു. ദൈവമാക്കിയിരുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും എന്നും മാനസാന്തരത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷം 3:20 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭവും അതുതന്നെയായിരുന്നു: മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. മത്തായിയുടെ സുവിശേഷം 4:17 യേശുവിൻ്റെ ഉപദേശം ആരംഭിക്കുന്നത് അവിടെയാണ്: മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. മർക്കോസിൻ്റെ സുവിശേഷം 6:12 യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരും പ്രസംഗിക്കുവാൻ യേശു അധികാരപ്പെടുത്തിയത് അതുതന്നെയാണ്: മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ദൈവസഭയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതും അതുതന്നെയാണ്: മാനസാന്തരപ്പെടുക. അവിടെ ഒരു പദം കൂടെ ചേർത്തു: മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. മാനസാന്തരവും സ്നാനവും പ്രസംഗിച്ചു. അത് യോഹന്നാനും പ്രസംഗിച്ചിരുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ, സഭകൾക്കുള്ള ലേഖനം കൈമാറുമ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് കാണാം. വെളിപ്പാട് പുസ്തകം 3:19-ാമത്തെ വാക്യത്തിൽ സഭയുടെ അവസാന ലേഖനം യേശു കൊടുത്തവസാനിപ്പിക്കുമ്പോഴും മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. റിസ്റ്റോർ ടു ദ നോംസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നോംസ്, ദൈവത്തിൻ്റെ കൾച്ചർ, ദൈവത്തിൻ്റെ തത്വം, ദൈവത്തിൻ്റെ പാറ്റേൺ, അതിലേക്ക് മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. റിപ്പൻഡ്, അപ്പോസ്തോലിക് നോംസ് അതാണ്. എന്നാൽ ലോകത്തിന് പറവാനുള്ളത് അങ്ങനെയല്ല. റീസെറ്റ്, ഇവിടെ നിന്ന് മാറുക, ദൈവം ഏൽപ്പിച്ചത് ചെയ്യരുത്, പകരം ദൈവം ഏൽപ്പിക്കാത്ത വേറൊന്നിലൂടെ പോകുക. അതാണ് ലോകത്തിന് പറവാനുള്ളത്. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യൂദായിക്ക് ഒറ്റ ലേഖനമേ ഉള്ളൂ, ഒരു ലേഖനം, ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ സഭയെ പ്രബോധിപ്പിക്കുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് വിശ്വാസം പരമേൽപ്പിക്കുന്നത് കൂടെ കൂടെ പകുത്തു കൊടുത്തതല്ല. വിശ്വാസത്തിൻ്റെ വീഴ്ചയാണ് വീണ്ടും പിന്നെ ഉണ്ടാകുന്നത്. എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം എന്തായിരുന്നത്? മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, വേർപെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷപ്പെടുക, കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുക്കുക, അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്: അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ആൻറ്റിനോമിയൻസ് എന്നൊരു പദമാണ് അവിടെ കാണുന്നത് ഗ്രീക്ക് ഭാഷയിൽ. ആൻറ്റിനോമിയൻസ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ന്യായപ്രമാണ ലംഘികളെ എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ന്യായപ്രമാണത്തിൽ നിന്ന് അകന്നു മാറി റീസെറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ ദൈവത്തിന് പറവാനുള്ളത്: നോ, റിസ്റ്റോർ, റിസ്റ്റോർ, മടങ്ങി വരിക, മടങ്ങി വരിക. ആദ്യത്തെ പ്രവൃത്തി ചെയ്യേണ്ടതിന് മടങ്ങി വരിക. മത്തായി 7:23 ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയും: കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ തെരുക്കളിൽ പഠിപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, സുവിശേഷം പറഞ്ഞു, പല കാര്യങ്ങളുണ്ട്. യേശു അവരോട് പറയുന്നത്: അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങളുടെ പ്രവൃത്തി ധർമ്മവിരുദ്ധമാണ്. ആകയാൽ ഞാൻ
ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും എന്ന് യേശു പറയുന്നതായി കാണാം. സഹോദരന്മാരെ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകുവാൻ തിരുവചനം എന്ത് കൽപ്പിക്കുന്നു അത് തന്നെ ചെയ്യുവാൻ, ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, വിശ്വാസത്തിനനുസരിച്ച ഉപദേശം കൈക്കൊള്ളുവാൻ, ഭക്തിക്കൊത്ത ഉപദേശത്തിൽ നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. സാത്താൻ്റെ ശുശ്രൂഷക്കാരുണ്ട്. സാത്താൻ്റെ ശുശ്രൂഷക്കാർ സാത്താനെപ്പോലെ വേഷം ധരിക്കുന്നവരാണ്. അവൻ ദൈവപ്രവൃത്തിയിൽ നിന്ന് അകന്നു മാറുന്നവനാണ്. റീസെറ്റാണ് അവൻ്റെ തത്വം. നാം റീസെറ്റിലേക്ക് പോകരുത് എന്ന് പിന്നെയും ഓർമ്മിപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഒരു ശുശ്രൂഷയെ, ഒരു ഉപദേശകനെ, ഒരു ഉപദേശത്തെ നാം അംഗീകരിക്കുന്നതിന് മുന്നമേ താൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്നുവോ, തൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പഠിപ്പിക്കുന്നുവോ എന്ന് അന്വേഷിക്കുന്നത് കൊള്ളാം. ജീവിതം അശുദ്ധവും ഉപദേശം വിശുദ്ധവും എന്ന് വരികയില്ല. ഞെരിഞ്ഞിലിൽ നിന്ന് ഒരിക്കലും മുള്ളല്ലാതെ നല്ലത് പറിക്കുവാൻ ഒക്കത്തില്ല. അത്തിപ്പഴം കായ്ക്കണമെങ്കിൽ അത്തിവൃക്ഷത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ആകയാൽ നല്ലവനായി പ്രവർത്തിച്ച് ദൈവപ്രവൃത്തിയിലും ദൈവിക കാഴ്ചപ്പാടിലും പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അധർമ്മമൂർത്തിയായവൻ്റെ വെളിപ്പാടാണ് രണ്ടാമതായി. 2 തെസ്സലോനിക്കർ 2:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും തുടർന്ന് അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം എന്ന് നമുക്കറിയാം. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകുക മാത്രം വേണം. ഞാൻ ആവർത്തിക്കട്ടെ, ഇതുവരെ തടയുന്നത് ആരാണ്? 1, സഭ അതിൻ്റെ പൂർണ്ണ പ്രാഗൽഭ്യത്തിൽ ഇവിടെ നിൽക്കുവോളം അധർമ്മത്തിൻ്റെ ശക്തികൾക്ക് ഇവിടെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സഭ അതിൻ്റെ പൂർണ്ണ പ്രാഗൽഭ്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നിടത്തോളം പാപം സഭയ്ക്കകത്ത് കടക്കുന്നത് എളുപ്പമല്ല. മാത്രവുമല്ല, ഇതുവരെ തടയുന്നതിൽ രണ്ടാമത്തെ വ്യക്തിത്വം പരിശുദ്ധാത്മാവാണ്. എന്നാൽ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടെ പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ തടയുന്നവൻ മാറിപ്പോകുകയും അധർമ്മത്തിൻ്റെ മൂർത്തിയായവൻ വെളിപ്പെട്ട് വരികയും വേണം. അധർമ്മത്തിൻ്റെ മൂർത്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നതുപോലെ അത് പൈശാചിക വ്യാപാരങ്ങളെ കുറിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്വന്തമാണ് ഈ ഭൂമിയെന്നും ഈ പ്രപഞ്ചമെന്നും ദൈവം വാദിക്കുമ്പോൾ, ഇല്ല, ഞാൻ വിട്ടുതരികയില്ല, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും, ഞാൻ എൻ്റെ രാജ്യത്വം മുകളിൽ കൊണ്ടുവരും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം വെക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും എന്നിത്യാദികൾ പൈശാചികമായൊരു ശക്തിയാൽ വിളിച്ചു പറയുന്ന ഒരു പൈശാചിക വ്യാപാരം ഈ രംഗത്ത് വരും. അതിനെ അധർമ്മത്തിൻ്റെ മൂർത്തി എന്ന് തിരുവചനം വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നതായ ഒരു 2 കൊമ്പുള്ള ഒരാടിനെ നാം ആദ്യം മുതൽ കാണുന്നുണ്ട്. ഇന്നും തുടക്കം മുതൽ തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലൂടെയാണ് നാം യാത്ര ചെയ്തത്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞ് ഉയരത്തിൽ കയറുവാൻ ശ്രമിക്കുന്നവനായ പിശാച് അവൻ്റെ ക്ലെയിമുകൾ കൊണ്ടുവരുമ്പോൾ ആ ക്ലെയിമുകൾ നിവർത്തിച്ച് പൈശാചികമായ ബൂട്ടിൻ്റെ കീഴിൽ, പൈശാചികമായ ചെരുപ്പിൻ്റെ കീഴിൽ, പൈശാചികമായ ദുർഭരണത്തിൻ്റെ കീഴിൽ, പൈശാചികമായ അയോഗ്യതയുടെ കീഴിൽ ജനത്തെ മുഴുവനും കൊണ്ടുവരേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തി ഈ മൃഗത്തിലുള്ളതായി തിരുവചനം ചിത്രീകരിക്കുന്നു. അങ്ങനെ അധർമ്മമൂർത്തിയായി പൈശാചിക വ്യാപാരം തന്നെ രംഗപ്രവേശനം ചെയ്യുന്നതായി കാണാം. സാത്താനെ ദൈവമായി ആരും തന്നെ ആരാധിച്ചിരുന്നില്ല. എന്നാൽ 1966 ആയതോടുകൂടെ, 1960 ആകുമ്പോഴേക്കും ലോകം ഒരുപാട് അധപ്പതിച്ചു കഴിഞ്ഞു. 1966 ഒക്കെ ആകുമ്പോഴത്തേക്കും ആൻഡോൺ സാൻസർ ലേവി എന്ന മനുഷ്യൻ സാത്താനെ ആരാധിക്കുന്നതിന് ഒരു സഭ രൂപീകരിക്കുന്നതായി കാണുവാൻ കഴിയും. 1969 275 പേജുകളുള്ള സാത്താൻ്റെ ബൈബിൾ അദ്ദേഹം എഴുതി ഉണ്ടാക്കി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, 1969 ആയപ്പോഴേക്കും സാത്താൻ്റെ ബൈബിൾ രംഗത്ത് വന്നു. 275 പേജുകളാണ് ആ പുസ്തകത്തിനുള്ളത്. 2000 ആണ്ടായപ്പോഴേക്കും റോയൽ നേവി
സാത്താനെ ആരാധിക്കുന്ന പള്ളികൾ, ചാപ്പലുകൾ പണിയുകയും ആ ചാപ്പലുകൾക്കകത്ത് ഗവൺമെൻറ് സാലറിയിൽ ചാപ്ലിയൻസിനെ ആക്കി സാത്താനെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്ത ചരിത്രം നഗ്നമായി നമ്മുടെ മുൻപിൽ വന്നു കിടക്കുകയാണ്. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ടു തുടങ്ങി. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടുന്നതിന് വളരെ വളരെ നാളുകൾക്ക് മുന്നമേ തന്നെ ഇല്ലുമിനാറ്റി ഹൗസ് രംഗത്ത് വന്നിരുന്നു. ചേത്തൻ ഹൗസ് വന്നതിനെക്കുറിച്ചും ദൈവമില്ല എന്ന ആശയം പറഞ്ഞുകൊണ്ടിരുന്നതിനെക്കുറിച്ചും നേരത്തെ പറഞ്ഞു. റീസെറ്റിൻ്റെ പദ്ധതികളിൽ ഒന്നായിരുന്നു ദൈവമില്ല എന്ന ആശയം. എന്നാൽ ഇലുമിനാറ്റി ഹൗസ് വന്നതോടുകൂടെ പലരെയും സ്വാധീനിക്കാവുന്ന ഒരു വലിയ ശക്തിയായി അത് മാറുകയുണ്ടായി. ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏതാണ്ട് 13 ഫാമിലികൾ ചേർന്നുണ്ടാക്കിയ ഏതോ ഒരു സംഘടനയുടെ ഭാഗമാണിത് എന്ന് ഒരു ധാരണ പൊതുലോകത്തിലുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ധാരണയാണ്. കോൺസ്പിരൻസി തിയറി എന്ന് പറയുന്നവരുണ്ട്. അതെന്തുമാകട്ടെ, ഞാനവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇലുമിനാറ്റി കൺസെപ്റ്റ് മാറുന്നില്ല എന്ന് മറക്കരുത്. ഈ ദിവസങ്ങളിൽ ആ കൺസെപ്റ്റ് വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇലുമിനാറ്റിയുടെ പ്രധാനമായ കൺസെപ്റ്റ്? ഉന്നതമായ അധികാരികളെ അത് എടുക്കാറുണ്ട്. ഉന്നതമായ അധികാരങ്ങൾ അതിനെ കീഴടങ്ങാറുണ്ട്. സാമ്പത്തിക ഭദ്രത അതിൻ്റെ വകയാണ്. അങ്ങനെ ഒരുപാട് വൻകാര്യങ്ങളെ സാധിച്ചെടുക്കുന്ന ഒരു ഇല്ലുമിനാറ്റി ഹൗസ് രംഗത്തുണ്ട് എന്ന് വിശ്വസിക്കുകയും വലിയ അതോറിറ്റികളുടെ ഇൻഫ്ലുവൻസ്, പോലീസിൻ്റെ അതോറിറ്റി, ഉന്നതന്മാരായ ഓഫീസേഴ്സ്, ഉന്നതന്മാരായ രാജാക്കന്മാർ, ഉന്നതന്മാരായ ഭരണാധികാരികൾ, ഉന്നതന്മാരായ പലതും അതിൻ്റെ പിടിയിലാണ് എന്ന് നമുക്കറിയുവാൻ കഴിയുകയും ചെയ്യും. വേറൊരു ഭാഗമാണ് ക്യൂൻ ജെയിംസ് ബൈബിൾ എന്നറിയപ്പെടുന്നതായ കിങ് ജെയിംസ് വേർഷൻ്റെ നേരെ എതിർഭാഗം എന്ന ഒരർത്ഥത്തിൽ വിളിക്കാവുന്ന, അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ബൈബിളിനകത്ത് വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. കിങ് ജെയിംസ് വേർഷനിൽ നിന്നും ക്യൂൻ ജെയിംസ് വേർഷനിലേക്കുള്ള ആ ട്രാൻസ്ഫറിനകത്ത് ആകപ്പാടെ ഉണ്ടായ ഏറ്റവും പ്രധാന മാർഗം സെയിം സെക്സ് മാരേജ്, പുരുഷനെ വിവാഹം കഴിക്കുന്നതും സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും അനുവദനീയമാണ് എന്ന അർത്ഥത്തിൽ കൊണ്ടുവരുന്ന ഒരു വ്യാജ പുസ്തകത്തെ ഉണ്ടാക്കി അതിനെ ക്യൂൻ ജെയിംസ് വേർഷൻ എന്ന് വിളിക്കുന്നതായി കാണുവാൻ കഴിയും. അത് ലോകമാസകലം ആഘോഷിക്കപ്പെട്ടു. ഇന്ത്യയിലും അത് ആഘോഷിക്കപ്പെട്ടു എന്ന് മറക്കരുത്. അതേസമയം തന്നെ ഡയോക്ലീഷ്യൻ മുതലായ ചക്രവർത്തിമാർ ചേർന്ന് ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ച് മുടിക്കുവാൻ തുടങ്ങി. ദൈവം അബ്രഹാമിന് വേണ്ടി കൊടുത്തിരുന്ന ഭൂമിയുടെ 1,00,000 താഴെയുള്ള കൊച്ചു ഭാഗത്ത് നിന്ന് ഇസ്രയേലിനെ ബലപ്പെടുത്തി. എന്നാൽ ഇസ്രയേലിനെ ഉടച്ച് നശിപ്പിച്ച് കളയുവാൻ ഹിറ്റ്ലർ പോലെയുള്ള ഒരുപാട് ശക്തികൾ എഴുന്നേറ്റു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അവിടെ നിന്ന് തന്നെയാണ് എഴുന്നേറ്റത്. ആ ക്രിസ്ത്യാനികളെ നശിപ്പിക്കേണ്ടതിന് ഡയോക്ലീഷ്യൻ മുതലായ ഒരുപാട് ചക്രവർത്തിമാരെ ഫോഴ്സ് ചെയ്ത് ഉപദ്രവിച്ച് പേഴ്സിക്യൂഷൻ കൊണ്ട്, ഉപദ്രവം കൊണ്ട് ദൈവനാമത്തെ ദുഷിച്ചു കളയുന്ന, ഇടിച്ചു കളയുന്ന ഒരു പ്രവണതയിലേക്ക് മാറി. ഡയോക്ലീഷ്യനെക്കുറിച്ച് AD 303 ജീവിച്ചിരുന്ന ആ മനുഷ്യനെക്കുറിച്ച് ഇവനാണ് എതിർക്രിസ്തു എന്നുവരെ ആളുകൾ വിശ്വസിച്ചു. ഒരർത്ഥത്തിൽ എതിർക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടായില്ലായിരുന്നു എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. തിരുവചനത്തിലെ അനേക പ്രവചനത്തിനും അനേക നിവർത്തീകരണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഡയോക്ലീഷ്യനെക്കുറിച്ച് പ്രത്യേകിച്ചും പറയുന്നത് ക്രിസ്ത്യൻ മർഡറർ മോൺസ്റ്റർ എന്നായിരുന്നു. ക്രിസ്തീയ കൊലപാതക രാക്ഷസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. എന്തിന്? ഹിറ്റ്ലർ ഒരു വശത്ത് യഹൂദനെയും മറുവശത്ത് ഡയോക്ലീഷ്യൻ മുതലായ അനേകർ, അല്ല ഒരുപാട് ജാതികളുടെ കാലം അവർ നന്നായി ഉപയോഗിച്ചു. ജാതികളുടെ കാലം മുഴുവനും ഇത്തരമുള്ള ദൈവസഭകളെ അവർ ഉപദ്രവിച്ച് മുടിച്ചു വന്നതായി കാണുവാൻ കഴിയും. എന്നാൽ സഭ ഇവിടെ സൂക്ഷിക്കേണ്ട ഒന്ന്, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഞാനും നിങ്ങളും നിലനിന്നേ മതിയാകൂ. റിമെയിൻ ഇൻ ദ ട്രൂ ഫെയ്ത്ത്. ഇവിടെ മുതൽ ഞാനൊരല്പം കൂടെ സ്ലോ ആയിട്ട് പോയേ മതിയാകുള്ളൂ. ദൈവിക തത്വത്തിൽ, ദൈവിക ഉപദേശത്തിൽ നാം നിലനിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നാം നീതീകരിക്കപ്പെടുകയില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ ഞാൻ തൊട്ടു തുടങ്ങിയതായ ഒരു വിഷയമാണ് വെടിവയ്ക്കുന്നത് പഠിപ്പിക്കേണ്ടതിന് വേണ്ടി, വെടിവെപ്പ് ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി, മിലിറ്ററിയിലും അതിൻ്റെ വെളിയിലും പഠിപ്പിക്കേണ്ടതിന് വേണ്ടി അവരുണ്ടാക്കി വെക്കുന്ന ഒരു മാർക്കുണ്ട്. ഇതിനകത്ത് ഒരു 3 മാർക്കുകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്, റിമെയിൻ ഇൻ ട്രൂ ഫെയ്ത്ത്, കീപ്പ് യുവർ ഫോക്കസ്, ഹിറ്റ് അറ്റ് എ ബുൾ എന്നത് ഒരു ഫയറിംഗ് ഇൻസ്ട്രക്ടർ തൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. നീ വെടിവെക്കുന്നെങ്കിൽ കൃത്യമായ സ്ഥലത്ത് തന്നെ വെടിവെക്കണം. വെടിക്കൊള്ളേണ്ട പോയിന്റിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപിലോട്ടോ പുറകിലോട്ടോ മുകളിലേക്കോ താഴോട്ടോ മാറി ഒരു വെടി കൊണ്ടാൽ ആ വെടികൊണ്ട് സിദ്ധിക്കേണ്ട ഫലം സിദ്ധിക്കയില്ല. നാം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നെങ്കിൽ ഏറെക്കുറെ അടുത്തടുപ്പിച്ചൊക്കെ അങ്ങ് ചെയ്തു പോയി എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. 10 + 10 = 20 എന്ന് തന്നെ കിട്ടണം. 19 എന്ന് കിട്ടിയാലും 21 എന്ന് കിട്ടിയാലും ഉത്തരം തെറ്റാം. അതുകൊണ്ട്
വെടിവെക്കുന്നെങ്കിൽ ബുള്ളിൽ തന്നെ കൊള്ളത്തക്കതുപോലെ, ഉള്ളിലെ സർക്കിളിൻ്റെ ഒത്ത മധ്യത്തിൽ കൊള്ളത്തക്കതുപോലെ യഥാർത്ഥ ദൈവവചനത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കണം എന്ന് ഒരു പ്രാവശ്യം കൂടെ എടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. താഴത്തെ നിരയിൽ ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നതാണ് കറക്റ്റ് ബുള്ളിൽ വന്ന് അടിക്കുന്നതായ ഒരു ആരോ, അല്ലെങ്കിൽ കറക്റ്റ് ബുള്ളിൽ വന്നടിക്കുന്ന ഒരു ബുള്ളറ്റ്. അവിടെ തന്നെ വലത്തുവശത്ത് കാണിച്ചിരിക്കുന്നത് ആ സർക്കിളിനകത്തൊക്കെ തന്നെ ആണെങ്കിലും സെൻറ്ററിൽ നിന്ന് മാറിയാണ്, അവന് മാർക്ക് കുറയും. നാം നിത്യതയിൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിന്, പൂർണ്ണതയിൽ ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇല്ല എങ്കിൽ നാമും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാകും, പ്രതിഫലം നഷ്ടപ്പെടും എന്ന് മറക്കരുത്. ആകയാൽ ദൈവത്തിൻ്റെ വചനത്തെ പാലിച്ച് സൂക്ഷിക്കുവാൻ നാം അങ്ങേയറ്റം പ്രാപ്തരാകണം. ഹവ്വായെ ഉപായത്താൽ ചതിച്ച ഒരു സർപ്പത്തെ മറക്കരുത്. എന്തായിരുന്നു ആ സർപ്പത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം വാസ്തവമായി കൽപ്പിച്ചോ? അമ്മച്ചി ഹവ്വ, അങ്ങ് ഇത് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു. അങ്ങ് ഒരു കൊച്ചു പെൺകുട്ടിയായി, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നമേ പുതിയ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയായി ഞങ്ങൾ ആ അമ്മച്ചിയെ കണ്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നീ വരുത്തി വയ്ക്കുവാൻ പോകുന്ന വൻ വിന മുഴു ലോകത്തിനും ദോഷമാണെന്നും നാശമാണെന്നും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ദൈവം നിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചില്ല? പാപം ചെയ്യുവാൻ എന്തുകൊണ്ട് ഹവ്വയെ അനുവദിച്ചു? അപ്പച്ച, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പച്ചൻ്റെ കയ്യിൽ അമ്മച്ചി ആ പഴം കൊണ്ട് തരുമ്പോൾ വാങ്ങി തിന്നാതെ വണ്ണം അങ്ങയുടെ വായടച്ച് കളയുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നല്ലോ. എന്തേ ചെയ്യാഞ്ഞത്? എൻ്റെ ദൈവത്തിൻ്റെ മഹാദയയുടെ പ്രത്യേകത, തൻ്റെ വലിപ്പമുള്ള ചിന്തയുടെ പ്രത്യേകത, മനുഷ്യന് സ്വാതന്ത്ര്യം അനുവദിക്കുക. ഇന്ന് പകൽ വചനം ലംഘിക്കുവാൻ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലംഘിക്കണമെന്നല്ല. സ്വന്തം മനസ്സിൽ, സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് യൂസ് യുവർ ഡൊമിനിയൻ. നിങ്ങളെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ പരമാധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ സംശയിക്കാതെ നേരെ നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. സാത്താൻ്റെ ഒന്നാമത്തെ തത്വം, ഡിഡ് ഗോഡ് റിയലി കമാൻഡ്? ദൈവം വാസ്തവമായി നിങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു. അതെ, റിസ്ട്രെയിൻ എവറി ഡൗട്ടിങ് ക്വസ്റ്റ്യൻ. സംശയം ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യം എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുർനിൽപ്പ് എന്നതിനെ വിളിക്കും. ഇത് തിരഞ്ഞെടുക്കണമോ അത് തിരഞ്ഞെടുക്കണമോ? രണ്ടിനും നന്മകൾ എൻ്റെ ബുദ്ധിയിൽ കാണാം. അതെ, ഔവ നോക്കിയിട്ട് ഔവയുടെ നോട്ടത്തിൽ കാണുവാൻ ഭംഗിയുള്ളതെന്നും തിന്മാൻ അഭികാമ്യമുള്ളതെന്നും രുചിയുള്ളതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യമൊന്നും തോന്നിയതുകൊണ്ടാണ് ഹവ്വ പറിച്ചെടുത്തത്. സ്വന്തം ബുദ്ധിക്ക് അവസരം കൊടുക്കാതെ ദൈവകൽപ്പനയ്ക്ക് അവസരം കൊടുത്താൽ നന്നായിരിക്കും. അവൻ ചോദിക്കുന്നൊരു ചോദ്യം, തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം കൽപ്പിച്ചതിനേക്കാൾ ഉപരി ചോദിക്കുക, വചനത്തോട് കൂട്ടുകൂടുക, ആഡ് ചെയ്യുക, വചനത്തോട് കൂട്ടുചേർക്കുക എന്ന് പറയാം. ഒരിക്കലും ദൈവവചനത്തോട് കൂട്ടുചേർക്കരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകേണ്ടതിന് ഒരിക്കലും ദൈവവചനത്തോട് കൂട്ടുചേർക്കരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, ഒരു ഫോൾസ് കൺവിക്ഷൻ കൊടുക്കുന്നത് കാണാം. ദൈവത്തിൻ്റെ കൽപ്പനയേക്കാൾ, ദൈവത്തിൻ്റെ വാക്കുകളെക്കാൾ സാത്താൻ്റെ വാക്കുകൾ വിശ്വസിക്കേണ്ടതിന് സർപ്പത്തെ ഔവ്വയുടെ മുമ്പിൽ പിശാച് ഉപയോഗിച്ചു. നാലാമതായി, ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കുന്നത് കാണാം. ഇല്ലാത്ത ഒരു പ്രത്യാശ, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ മരിക്കയില്ല, ദൈവത്തെ പോലെയാകും എന്ന് ഒരു പ്രമാണം കൊടുത്തു. ഈ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സിൻസിയാരിറ്റി വിട്ട്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വിശുദ്ധ പൗലൂസ് 2 കൊരിന്ത്യർ 11:3 പറയുന്ന പദം എല്ലാം ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പണ്ട് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെയും ഹൃദയം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകാതെ ഇരിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കാം. ഈ സാത്താനെ സംബന്ധിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ അല്ലെങ്കിൽ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദൈവത്തിന് എതിരാളിയാണ്. പക്ഷേ അവൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് സഭയിലാണ്. അവന് പറയുവാനുള്ളത് ഞാൻ സ്വർഗത്തിൽ കയറുമെന്ന, അവന് പറയുവാനുള്ളത് ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന, അവന് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഓർഡറുകൾ റീസെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഓർഡറുകൾ ദൈവസഭയിൽ സ്ഥാപിതമാക്കും. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, അവൻ ദൈവമല്ല, ദൈവമെന്ന് നടിച്ച്, പൂജാവിഷയമെന്ന് നടിച്ച്, ആരാധനാ വിഷയമെന്ന് പേരുള്ള സകലത്തിൻ്റെയും മീതെ, ദൈവത്തിൻ്റെ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും. ആരും അവനെ ഉയർത്തുന്നതല്ല, അവൻ തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുകയായിരിക്കും. ഈ ഗ്രേറ്റ് റീസെറ്റ് എന്നതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ഒന്ന് വേഗത്തിൽ തൊട്ടുപോകുവാൻ താല്പര്യപ്പെടുന്നു. എക്സ്ട്രാ
ടെറസ്ട്രിയൽ സിവിലൈസേഷൻ എന്നൊരു പദം ശാസ്ത്രലോകം ഇന്ന് ഉപയോഗിക്കുന്നതായി കാണാം. ലോകത്തിൽ നിലവിലില്ലഞ്ഞതും പണ്ട് കാലങ്ങളിൽ ദൈവത്താൽ നിയമിതമല്ല എന്ന് നാം അറിഞ്ഞതുമായ വേറൊരു സിവിലൈസേഷൻ ഭൂമിയിലുണ്ട്. അത് എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷനാണ്, അന്തരീക്ഷത്തിൽ കണ്ടുവരുന്ന ഒരു സിവിലൈസേഷനാണ് എന്ന് ശാസ്ത്രം അറിയാവുന്നവർ പറയുന്നു. ശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ഈ ഏലിയൻസ് അല്ലെങ്കിൽ ഈ അന്യശക്തികൾ നമ്മുടെ കോട്ടയാടുകളിൽ കണ്ടെന്ന് വരാം. നമുക്കവയെ കാണാനോ തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള യാതൊരു ടെക്നോളജിയും ഇല്ലാത്തതിനാൽ നാം അവയെ തിരിച്ചറിയുന്നില്ല എങ്കിലും അവയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ മേൽ വളരെ വലുതാണ്. സ്ത്രീയും പുരുഷനുമായി വിവാഹം കഴിച്ചവർ ഒരുമിച്ച് ജീവിക്കുക എന്നതും സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്നതും ദൈവത്തിൻ്റെ തിരിഹിതമായിരുന്നു. യോജിക്കേണ്ടത് യോജിക്കുക, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത് എന്നിത്യാദികൾ ദൈവവചനത്തിൻ്റെ പ്രമാണമാണെങ്കിൽ എ ഗ്രേറ്റ് റീസെറ്റ് സമ്പ്രദായം അവൻ കൊണ്ടുവന്നു. ഇല്ല, അങ്ങനെയല്ല. കറപ്ഷൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ളതല്ല, എന്നാൽ കറപ്ഷൻ സാത്താൻ കൊണ്ടുവന്നു. അവൻ്റെ റീസെറ്റ് മര്യാദയിൽപ്പെടുന്നതാണത്. ബ്രിങ്ങിങ് ന്യൂ സിസ്റ്റം ടു ഒപ്പോസ് ഗോഡ് ഗിവൺ സിസ്റ്റം ആൻഡ് ഡിനേ ഗോഡ്. ദൈവം തന്നിരിക്കുന്ന സിസ്റ്റങ്ങളെ നിഷേധിച്ചുകൊണ്ട് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് കൊണ്ടുവരിക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് ദൈവിക സിസ്റ്റമാണ്. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുക, അത് ദൈവിക സിസ്റ്റമാണ്. ദൈവിക സിസ്റ്റത്തിലേക്ക് മടങ്ങി വരാതെ വണ്ണം അവിടെ നിന്ന് നമ്മെ പറിച്ചു മാറ്റിക്കളയുവാൻ, അപ്രകാരം ദൈവത്തെ നിഷേധിക്കുവാൻ, ദൈവകൽപ്പനയെ നിഷേധിക്കുവാൻ സാത്താൻ ലോകത്തോട് ആവശ്യപ്പെടുകയാണ്. മിസ്യൂസ് മിനിസ്ട്രി, ഡിസ്പൈസ് ദ ഹോളി സ്പിരിറ്റ്. ദൈവിക ശുശ്രൂഷകളെ മിസ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണല്ലോ മിസ്യൂസ് ചെയ്തവരോട് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ തെരുക്കളിൽ പഠിപ്പിച്ചു. ഇതെല്ലാം സത്യമാണെങ്കിലും ഞാൻ നിങ്ങളെ ഒരു കാലം അറിയുന്നില്ല. കാരണം യു മിസ്യൂസ്ഡ് യുവർ മിനിസ്ട്രി. നമ്മുടെ ശുശ്രൂഷകളെ ഒരു കാലത്തും മിസ്യൂസ് ചെയ്യാതെ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുക. ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ നാം തയ്യാറാകുക എന്നത് വീണ്ടും ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാരല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിടപ്പെട്ടത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ വണ്ണം നെവർ ഡിസ്പൈസ് ദ ഹോളി സ്പിരിറ്റ്. മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇതൊക്കെയും റീസെറ്റിൻ്റെ ഭാഗങ്ങളാണ്. പ്രിവെൻറ്റ് പീപ്പിൾ ഫ്രം വേയ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വഴികൾ വിട്ടു നടക്കുവാൻ ആവശ്യപ്പെടുക. വേദപുസ്തകം പുതിയ നിയമത്തിൽ വളരെ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷേ മദ്യപാനമാണെങ്കിൽ എന്താ തകരാറ് എന്ന് ചോദിക്കുന്നവരും ഇല്ലാതില്ല. ഞാൻ മദ്യപിച്ച് ജീവിക്കുന്നു, ഇതിനോടകം സ്വർഗത്തിൽ പോകണം, ദൈവത്തിൻ്റെ വ്യവസ്ഥകളൊന്നും വലിയ വിഷയമല്ല, ദൈവം അതിനേക്കാൾ കൃപയുള്ളവനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യപിക്കാതെ വണ്ണം സ്വർഗത്തിൽ പോകാൻ കഴിയുന്നിടത്തോളം മദ്യപിച്ചു പോകണമെന്നില്ലല്ലോ എന്ന് ഞാൻ വാദിക്കുമ്പോൾ, മദ്യപിച്ചാലും പോകാം എന്നവർ വാദിക്കുന്നു. തിരുവചനം അത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിവെൻറ്റ് പീപ്പിൾ ഫ്രം ദ വേയ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. നാം അതിൽ പോകാതെ ശ്രദ്ധിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നമുക്കങ്ങനെ ഏൽപ്പിക്കാം. ബ്രിങ് ദ വേർഡ് ഇൻ ടു ദ ചർച്ച്. ഈ ലോകത്തെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ദൈവത്തിനില്ല. ദൈവപ്രമാണത്തിൽ സഭ വിശുദ്ധമാണ്, സഭ മര്യാദ പാലിക്കുന്നതാണ്. എന്നാൽ ലോകത്തെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാനും ലോകമായ ഇച്ഛകൾ, മായകൾ അകത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അത് മറക്കരുത്. മോശ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്ന സമയത്ത് അഹരോൻ താഴ്വരയിൽ ജനത്തെ നോക്കുമ്പോൾ ജനത്തെ കെട്ടഴിച്ചു വിടുകയും അവരുടെ ആഘോഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ വഴിവിട്ട് യഹോവയുടെ പേരവിടെ പറഞ്ഞെങ്കിലും, നമുക്ക് യഹോവയ്ക്കൊരു ഉത്സവം കഴിക്കണമെന്നവർ പറഞ്ഞെങ്കിലും യഹോവയല്ല, പകരം സാത്താനെ ആരാധിക്കുവാൻ അവർ തയ്യാറായി കാളക്കുട്ടിയെ ആരാധിച്ച ചരിത്രം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴികൾ വിട്ടുമാറുവാൻ ഒരിക്കലും നമുക്ക് ഇടയാകരുത്. ദൈവത്തിൻ്റെ വഴികളിൽ നാം ജീവിക്കേണ്ടതാണ്. റിസ്ട്രെയിൻ ദ ഡെവിൾ. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. റെസിസ്റ്റ് ദ ഡെവിൾ. അവനെ ഒഴിവാക്കുവാൻ നാം ശ്രമിക്കുക. റിസ്ട്രെയിനിയും അവനെ ഒരിക്കലും അടുപ്പിക്കരുത്. ലോകം സഭയ്ക്കകത്ത് കയറുവാൻ അനുവദിക്കരുത്. സഭ ലോകത്തിലേക്ക് പോകുകയാകാവൂ. സഭയുടെ മര്യാദകൾ ലോകം അംഗീകരിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ അംഗീകരിച്ചവരെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ലോകത്തെ സഭയ്ക്കകത്ത് അനുവദിക്കാതിരിക്കുക. ഇത് നാം ഓർത്തിരിക്കേണ്ട ഒന്നാണ്. തൻ്റെ സാത്താൻ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും കാണിക്കും എന്ന് യേശു പറഞ്ഞത് മറക്കരുത്. കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അത് യേശുവിൻ്റെ തന്നെ പദപ്രയോഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന പദങ്ങളാണിത്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാനായി.
എല്ലാ വൃതന്മാരെയും തെറ്റിക്കുന്നത് എളുപ്പമല്ല, എന്നാൽ കഴിയുമെങ്കിൽ. വീണുപോയ വൃതന്മാർ അനേകരാണ്. മലയാളത്തിലൊരു പാട്ടുണ്ട്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരപൂമാൻകളിൽ വീണവരിൽ. വീണുപോയ അനേക ഭക്തന്മാരിൽ ശക്തന്മാരിൽ ഞാൻ കാണുന്നുണ്ട്. അവരുടെ അസ്ഥിപഞ്ജരങ്ങൾ നിരന്നു കിടക്കുന്ന കാഴ്ച കാണാം. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി നിന്നവർ, കൃപയിൽ നിന്നവർ, പിന്നത്തേതിൽ വീണ് തകർന്നു കിടക്കുന്നത്. യൂദായല്ലേ മുൻപിൽ നിൽക്കുന്നത്? ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആത്മീയനായി ജീവിച്ചപ്പോൾ കായേൻ ദൈവത്തിന് വിരോധിയായി ജീവിക്കുന്ന ചരിത്രവും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുക, ഇതാണ് അവർക്ക് വേണ്ടത്. എന്തുകൊണ്ട്? ഇതുവരെ തടയുന്നവൻ്റെ ശക്തിയെ ഇല്ലാതെയാക്കിയാൽ വേഗത്തിൽ സാത്താന് രംഗപ്രവേശനം ചെയ്യുവാൻ കഴിയും. അവൻ്റെ ശക്തിയെ ഇല്ലാതെയാക്കേണ്ടതിനായി കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴ്ച കളയുക. നിത്യതയ്ക്ക് യോഗ്യതയുള്ളവരായി നാം മാറേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ജീവിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ മുമ്പ് പറഞ്ഞ ഭാഗം തന്നെ എടുക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ വരെ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, റിസ്റ്റോർ ടു ദ പാറ്റേൺ ഓഫ് ഗോഡ് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. റീസെറ്റ്, ദൈവത്തിൻ്റെ ഓർഡറിൽ നിന്ന് മാറിപ്പോകുക എന്ന് സാത്താൻ പറയുന്നത് കാണുവാൻ കഴിയും. ഞാൻ എന്തു വേണം? ബൈബിൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഒന്ന്, ഐ ആം ദ ലോർഡ് ദൈ ഗോഡ്, വർഷിപ്പ് മീ ആൻഡ് മീ അലോൺ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും സൃഷ്ടിച്ചവനാണ് സാക്ഷാൽ സൃഷ്ടാവ്, താനാണ് സാക്ഷാൽ ദൈവം. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രയേലിന് മനസ്സിലാകേണ്ടതിന് വേണ്ടി ദൈവം ചെയ്ത ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അതിൻ്റെ ഫണ്ടമെൻ്റലായ ആശയം ഇതാണ്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം എന്ന് കാണുവാൻ കഴിയും. വേറൊരു ഭാഷയിൽ 1-ാമത്തെ തത്വം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഞാനാണ് ദൈവം, എന്നെ മാത്രം ആരാധിക്കുക. 2-ാമത്തെ തത്വം, ലവ് ഹിം ഹോൾ ഹാർട്ടഡ്, ബിലീവ് ഓൾ ദ പ്രോഫറ്റ്സ്. 1-ാമത്തേത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ എന്നെ തന്നെ സേവിക്കണം, എന്നെ തന്നെ ആരാധിക്കണം. 2-ാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:37. 1-ാമത്തെ ആശയം പിതാവായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുക്കുന്ന പ്രമാണത്തിൻ്റെ ഭാഗമാണ്. 2-ാമത്തേത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ലോകത്തോടും പറയുന്നതാണ്. യേശു അവരോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക യേശു പറയുകയാണ്. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ. ഒരല്പം ഇങ്ങനെയും ഒരല്പം അങ്ങനെയുമല്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ സേവിക്കുവാൻ നോക്കിയാൽ ഒരുവനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരും. അത് ഒരിക്കലും വരരുത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. 2 തോണിയിൽ കാലുവെച്ച് ആരും മുൻപോട്ട് പോകുകയില്ല. നാം സേവിക്കുന്നെങ്കിൽ ദൈവത്തെ മാത്രം സേവിക്കുക. യോശുവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നദിക്ക് അക്കരെ വെച്ച് നിങ്ങൾ സേവിച്ചിരുന്നതായ ഒരു കൂട്ടം ദേവന്മാരുണ്ട്, നിങ്ങൾ അവരെ സേവിക്കുന്നുവോ? അല്ലെങ്കിൽ നദിക്കക്കരെ ഉണ്ടായിരുന്ന ആളുകൾ സേവിച്ചിരുന്ന ദൈവത്തെ നിങ്ങൾ സേവിക്കുന്നുവോ? ഇല്ല. നദി കടന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ ചെല്ലുന്ന ദേശത്ത് ജാതികളുണ്ട്, അവരും പല ദേവന്മാരെ സേവിക്കുന്നവരാണ്. നിങ്ങൾ അവരെ സേവിക്കുമോ? നിങ്ങളുടെ തീരുമാനം എന്തായാലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നത് യേശുക്രിസ്തുവിൻ്റെ വ്യവസ്ഥയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശു തൻ്റെ എമ്മൗസിലേക്ക് പോകുന്ന ക്ലെയോപ്പാവിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കുവാനും കൂടെ ദൈവം ആവശ്യപ്പെടുന്നു. പ്രവാചകന്മാർ പറഞ്ഞതിൽ ചിലതെല്ലാം വിശ്വസിക്കുവാനല്ല, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ബുദ്ധി മന്ദമായാൽ എല്ലാം വിശ്വസിക്കാൻ കഴിയാതെ വരും എന്നൊരാശയം ഇവിടെ യേശു തന്നെ പറയുന്നതായി കാണുവാൻ കഴിയും. നാം ദൈവത്തെയും ദൈവവചനത്തെയും സേവിക്കുക.
ഒന്ന്, ഞാനാണ് നിൻ്റെ ദൈവമായ യഹോവ, നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം. രണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം അംഗീകരിക്കുകയും വേണം എന്ന് യേശു പറയുന്നുണ്ട്. മൂന്ന്, വിശുദ്ധ പൗലൂസിൻ്റെ പദപ്രയോഗമാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലൂസ് പറയുന്നത്, നിങ്ങളിതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ന്യായശാസ്ത്രികൾ ഇതിനെ വിളിക്കുന്നത്, നാമധേയ യഹൂദ മതം ഇതിനെ വിധിക്കുന്നത് മതഭേദമെന്നാണ്. മതഭേദമെന്ന് നിങ്ങൾ പറയുന്ന ഹെറാസി, ദുരുപദേശമെന്ന് നിങ്ങൾ പറയുന്ന ഈ മാർഗ്ഗപ്രകാരം ഞാൻ ഒന്ന് സമ്മതിക്കുന്നുണ്ട്. മതഭേദമെന്ന് നിങ്ങൾ പറയുന്ന ഈ മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണം വിട്ടോടുക എന്നൊരു പ്രമാണം പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വിശുദ്ധ പൗലൂസ് പറയുന്നത്, പക്ഷേ ന്യായപ്രമാണത്തിൽ അംഗീകരിക്കത്തക്ക പലതുമുണ്ട്, അല്ലെങ്കിൽ ന്യായപ്രമാണം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ മിസ്യൂസേജാണ് ഞാൻ അംഗീകരിക്കാത്തത്. ന്യായപ്രമാണത്തെ ദുരുപയോഗപ്പെടുത്തുന്നതാണ് ഞാൻ അംഗീകരിക്കാത്തത്. ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം ദൈവം മുമ്പിൽ ഏറ്റുപറയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ച് അനുസരിക്കണം. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം അംഗീകരിക്കുകയും ചെയ്യുക. പ്രവചനത്തിന് അനേകം നിവർത്തീകരണങ്ങളുണ്ട്. ആ നിവർത്തീകരണങ്ങൾ മനസ്സിലാത്തതുകൊണ്ട്, അവയുടെ അർത്ഥഗാംഭീര്യം മനസ്സിലാകാത്തതുകൊണ്ട് നിങ്ങൾക്ക് പലതും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. അത് മുഴുവനായി വിശ്വസിക്കുക. രണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞതും ന്യായപ്രമാണവും ഞാൻ ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗ്ഗപ്രകാരം പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിച്ചു വരികയാണ്. ഇപ്രകാരം ആരാധിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ മുമ്പേ നമ്മൾ ഇതുവരെ ചിന്തിച്ചു വന്നത്, ഒരു ന്യൂ ഏജ് മൂവ് ഉണ്ടായി. ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം വന്നു. നോഹയുടെ കാലത്തേതുപോലെ ഭൂമിയിൽ ആ മതം സ്ഥാപിക്കുവാൻ വേണ്ടി പൈശാചിക ശക്തികൾ നിയന്ത്രിതരായി. കർത്താവായ യേശുക്രിസ്തു എതിർ ക്രിസ്തു വരുവാനായി തയ്യാറായി. ഭൂമി മുഴുവനും അടക്കണം, ഒരുമിച്ച് ഭരിക്കണം. ഇതാണ് അവൻ്റെ ചിന്ത. ഞാൻ അതിനെ തുടർന്ന് തൻ്റെ ചുമന്ന കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചേർച്ച് വിൽ ബി റാപ്ചേർഡ്. സഭയും ആത്മാവും എടുക്കപ്പെടും, തടയുന്നവൻ ഭൂമിയിൽ നിന്ന് മാറും. ഇന്ന് എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ലോകം തയ്യാറായി നിൽക്കുകയാണ്. സഭയുടെ ശക്തിയെ അവൻ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും വിശുദ്ധന്മാരുടെ ഗ്രൂപ്പുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും. അതിനെ തുടർന്ന് ഇസ്രയേലിന് വലിയ ഗ്രേറ്റ് ട്രിബുലേഷൻ ഉണ്ടാകും. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിനാൽ വലിയൊരളവിൽ യഥാർത്ഥ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിനാൽ അവർക്ക് ആ വലിയ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് പൊതുവെ ക്രിസ്തീയ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നു. ഞാനും അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനിവിടെ ഒരു തർക്കത്തിനല്ല ഒരുങ്ങുന്നത്. തർക്കത്തിന് ഞാൻ ഒരിക്കലും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കറിയാവുന്നത് പറഞ്ഞ് ഒഴിയുക എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പഠിക്കുവാൻ ഞാൻ അങ്ങേയറ്റം താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നത്. നൗ ഇസ്രയേൽ വിൽ ബി പെർസിക്യൂട്ടഡ്, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ വിൽ ടേക്ക് പ്ലേസ്. ഇസ്രയേൽ ഉപദ്രവിക്കപ്പെടും, മഹാ ഉപദ്രവം അവർക്ക് ഉണ്ടാകും എന്ന് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ ജീസസ് കംസ് ഫോർ ദെയർ ഹെൽപ്പ് ആൻഡ് റെയിൻ. 1000 വർഷത്തേക്ക് ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടി രാജ്യം ഭരിക്കുവാൻ. അതിനെ തുടർന്ന് യേശു വരും. ഈ ആശയങ്ങൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും, ആത്മാവ് ഇവിടെ നിന്ന് മാറ്റപ്പെടും, എതിർ ക്രിസ്തു ഭൂമിയിൽ ഭരിക്കും. രണ്ട്, അന്ന് യഹൂദൻ ഈ ഭൂമിയിൽ വളരെ പീഡിപ്പിക്കപ്പെടും. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന കാലഘട്ടം അന്ന് വരും. മൂന്ന്, അതിനെ തുടർന്ന് എതിർ ക്രിസ്തുവിനെ ജയിച്ചുകൊണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരെ വന്നു, എതിർ ക്രിസ്തുവിനെ ജയിച്ചുകൊണ്ട് യേശു രാജാവായി ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഒരു പ്രധാന ആശയം ഞാൻ ദൈവസഭയുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് നമ്മെ ലോകത്തിന് കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും സഭയ്ക്ക് കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 21-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ വരുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം 21-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ വരുമ്പോൾ, ദ ബേർഡൻ ഓഫ് ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം
കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. ഞാൻ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് വായിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്നൊരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. ശ്രദ്ധിച്ചോ, ആ വാക്യം 2 പ്രാവശ്യമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതിനെ ഡബിൾ കോൾ എന്ന് തിരുവചനത്തിൽ വിളിക്കുന്നു. ചിലയിടങ്ങളിൽ ഒരേ കാര്യം തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതായി കാണാം. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി, ഒരു ഡബിൾ കോൾ. ബൈബിളിൽ എവിടെയെങ്കിലും ഒരു ഡബിൾ കോൾ നാം കാണുന്നെങ്കിൽ അതൊരു എമർജൻസി, മോസ്റ്റ് എമർജൻസി സിറ്റുവേഷനെ കാണിക്കുന്നതായ ഒരു പ്രയോഗമാണ്. കർത്താവായ യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത് കാണാം. സാധാരണഗതിയിൽ 1 പ്രാവശ്യം മാത്രം വിളിച്ചാൽ മതിയാകുന്ന ഇടത്ത് എന്തുകൊണ്ട് യേശു 2 പ്രാവശ്യം വിളിച്ചു? ശമൂവേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ശമൂവേലേ എന്ന് ദൈവം ആകാശത്തു നിന്ന് ശമൂവേലിനെ വിളിച്ചു എന്ന് കാണുന്നുണ്ട്. വൈ എ ഡബിൾ കോൾ? ഒരു ഡബിൾ കോൾ എന്നത് ഒരു വലിയ അർജൻസിയെ കാണിക്കുന്ന ഒന്നാണ്. ശമൂവേലിനെ ഒരു കാവൽക്കാരനായി ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്രയേലിൽ വരുവാനുള്ള നാശത്തെക്കുറിച്ച് വിളിച്ചു പറയേണ്ടതിനായി ശമൂവേലിനെ വിളിക്കുമ്പോൾ ശമൂവേലേ എന്ന് വിളിക്കുന്ന ഒരു വിളി കാണാം. ഇറ്റ്സ് എ ഡബിൾ കോൾ. തൻ്റെ കർത്താവായ യേശു കാൽവറിയിൽ നിന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നതും ഒരു ഡബിൾ കോളാണ് കാര്യം. അതുപോലെ അർജൻറ്റായ ഒരു സിറ്റുവേഷനാണ്. പിതാവ് തനിക്കെതിരെ മുഖം മറച്ചു കളയുകയാണ്. എന്നെയും നിങ്ങളെയും കാവൽക്കാരായി തിരഞ്ഞെടുത്ത ശേഷം തൻ്റെ ഒരു ഡബിൾ കോളാണ് ഇവിടെ കിട്ടുന്നത്. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്നോട് ഒരുത്തൻ സെയീരിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. എ ഡബിൾ കോൾ. 12-ാമത്തെ വാക്യത്തിൽ, യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഒരു ഡബിൾ ആൻസർ കാണാം. അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? പ്രഭാതവും രാത്രിയും ഒരുപോലെ എങ്ങനെ സംഭവിക്കും? ഒരു വലിയ ചോദ്യമാണ്. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. ഒരു വിശദീകരണം അവിടെ പറയുന്നില്ല. വിശദീകരണം ചോദിക്കുന്നവർക്ക് മാത്രം കൊടുക്കേണ്ടതിന്, ഭാവിയിൽ ചിലത് പറയേണ്ടതിന് വേണ്ടി തരികയാണ്. നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. ഡബിൾ കോൾ ആൻഡ് എ ഡബിൾ ആൻസർ. ഞാനും നിങ്ങളും ഒരു അർജൻറ്റ് സിറ്റുവേഷനിലാണ്. ഒരു ഡബിൾ കോൾ കേൾക്കുന്നവരും ഡബിൾ ആൻസർ കൊടുക്കേണ്ടവരുമാണ് എന്ന് മറക്കരുത്. വി ആർ ദ വാച്ച്മാൻ. ഡബിൾ കോൾ ആൻഡ് ഡബിൾ ആൻസർ മറക്കരുത്. സെയീരിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ന് നാം വന്നെത്തിയിരിക്കുന്ന സാഹചര്യം എതിർ ക്രിസ്തു വരുവാൻ നിൽക്കുന്ന സാഹചര്യമാണ് എന്ന് മറക്കരുത്. വർഷിപ്പ് ഗോഡ് ആൻഡ് ബിലീവ് ഇൻ ലോ ആൻഡ് പ്രോഫറ്റ്സ്. ഞാൻ നേരത്തെ തന്നെ എടുത്തു പറഞ്ഞു, എനിക്കത് സാധിക്കണമെന്നുണ്ടെങ്കിൽ പിതാവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ മാത്രം സേവിക്കണം, ആരാധിക്കണം. ദൈവത്തെ മാത്രം സേവിക്കണം, ആരാധിക്കണം. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ മുഴുവനും വിശ്വസിക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലുമുള്ളത് മുഴുവനും അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. അതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആ കാര്യങ്ങൾ നാം ഒരുമിച്ച് പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിലേക്ക് നാം വരികയാണ്. കാവൽക്കാരനെ കാവൽ നിർത്തി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം നാം കണ്ടു കഴിഞ്ഞു. ഡിസേൺ ദ സൈൻസ് ഓഫ് ദ ടൈം. ഈ കാലത്തെ തിരിച്ചറിയുവാൻ നാം മുന്നോട്ട് വന്നേ മതിയാകുകയുള്ളൂ. നാം ഈ കാലം തിരിച്ചറിയണം. നാം എത്തിച്ചേർന്നിരിക്കുന്ന കാലം ഡബിൾ കോളിൻ്റെ കാലമാണ്. നാം എത്തിച്ചേർന്നിരിക്കുന്ന കാലം ഡബിൾ ആൻസറിൻ്റെ കാലമാണ്. നാം അത് പാലിച്ചേ മതിയാകുകയുള്ളൂ, അത് അറിഞ്ഞേ മതിയാകുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൽ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിയുകയില്ലയോ? നാം കാലങ്ങളെ വിവേചിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഡിസേൺ ദ ടൈം. നാം വന്നെത്തിയിരിക്കുന്ന സമയം നമുക്ക് തിരിച്ചറിയാം. നാം വന്നിരിക്കുന്ന സമയം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്ന സമയമാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്ന സമയമാണ്. ഡിസേൺ ദ ടൈം. ആ ഡിസേൺ ദ ടൈം, കാലങ്ങളെ നിങ്ങൾ അപകരിച്ചറിയുക, ലക്ഷണങ്ങളെ വിവേചിക്കുക എന്ന ആശയത്തെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ പറയുന്ന ആ ഉദാഹരണം ഞാൻ ഒന്നുകൂടെ എടുക്കട്ടെ. അവനവരോട് ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നത് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടിച്ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയും, എന്നാൽ കാലങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? നാം കാലങ്ങളെ വിവേചിച്ചേ മതിയാകുകയുള്ളൂ.
കാലങ്ങളെ വിവേചിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അഭ്യസിപ്പിക്കട്ടെ. നാം വന്നെത്തിയിരിക്കുന്ന കാലം തിരിച്ചറിയണം. നാം ഒരു അന്തിമ കാലത്തിൻ്റെ അന്തിമ നിമിഷത്തിലാണ്. സഭ ഏറെക്കുറെ ഉറങ്ങിപ്പോയ ഒരു കാലഘട്ടം, ശത്രു കളവെതച്ച ഒരു കാലഘട്ടം, ശത്രുവിൻ്റെ വല്ലാത്ത തിന്മകൾ, അതിൻ്റെ പരിണിതങ്ങൾ സഭ അനുഭവിക്കുന്ന ഒരു കാലം. എതിരു മുഖേന പേഴ്സിക്യൂഷൻ മുഖേന സഭകൾ നശിക്കുന്ന ഒരു കാലം. തീരെ 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 ചെറുതായിരുന്ന സഭയെ ഭൂമിയുടെ 1,00,000 താഴെയുള്ള ഒരു ഭാഗം മാത്രം ദൈവം എടുക്കുകയും അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസഭയെ രൂപീകരിക്കുകയും ചെയ്തെങ്കിൽ അതിനെ തന്നെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിക്കേണ്ടതിന് വേണ്ടി ജാതികളുടെ കാലഘട്ടം മുഴുവനും ജാതികൾ അധ്വാനിച്ച് ഇന്ന് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു ചെറിയ വിത്ത് പോലെ ഭൂമിയുടെ അടിയിൽ വെട്ടപ്പെട്ട ഒരു കുറ്റി പോലെ ആയിത്തീർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം നമ്മുടെ കാലങ്ങളെ തിരിച്ചറിഞ്ഞ് വെള്ളത്തിൻ്റെ ഗന്ധം വന്നാൽ തിരികെ കിളിർക്കുന്ന ചെടിയാണിത്. ആകയാൽ കിളിർക്കേണ്ടതിന് വേണ്ടി തയ്യാറാകുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. ആകാശത്തിലെ പെരിഞ്ഞാറ അതിൻ്റെ കാലമറിയുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 8:7. യെരമ്യാവിൻ്റെ പുസ്തകം 8:7. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു. കുറുമ്പ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായപ്രമാണം അറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾക്ക് പറയുവാനുണ്ട്, ആകാശത്തിലെ പെരിഞ്ഞാറ കാലം അറിയുന്നത് പോലെ ഞാനും അറിയുന്നു. ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾക്ക് വിവരമുണ്ട്. യഹോവയുടെ വചനം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, ഇല്ല, യഹോവയുടെ വചനം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയണമെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. കാരണം ഇൻ ബിറ്റ്വീൻ വന്നതായ ന്യായശാസ്ത്രികൾ ഉണ്ടല്ലോ, അവർ കള്ള എഴുത്തുകാരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ സമ്പ്രദായങ്ങൾ പാലിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കൾച്ചർ അനുസരിക്കേണ്ടതിന് ദൈവം തൻ്റെ ജനത്തെ നിർത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ ഈ കള്ളപ്രവാചകന്മാരുടെ വ്യാജ എഴുത്തുകോലുകൾ അതിന് വിരോധമായി വരികയും അവരുടെ വ്യാജ എഴുത്തുകോലുകൾ കൊണ്ട് അവർ വ്യാജം എഴുതി ചമയ്ക്കുകയും ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനേക ഗുണദോഷങ്ങൾ ദൈവ മര്യാദയിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോകയാൽ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തതിനാൽ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അറിയുന്നില്ല. എന്നാൽ മീവൽപക്ഷിക്കും കൊക്കിനും കുറുമ്പ്രാവിനും അതിൻ്റെ മടങ്ങിവരവൻ്റെ സമയത്തെ അറിയാം. നമ്മുടെ ഹൃദയത്തിലും അപ്രകാരം അറിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ സഹോദരന്മാരെ, നാം ദൈവത്തിൻ്റെ സത്യങ്ങൾ ആരാഞ്ഞറിയേണ്ടവരാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എങ്കിലും എൻ്റെ ജനം അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാളയ്ക്ക് അതിൻ്റെ ഉടയവനെ അറിയാം, യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയാം, കഴുതയ്ക്കതറിയാം, എന്നാൽ എൻ്റെ ജനത്തിന് അത് അറിഞ്ഞുകൂടാ. മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തെ വയലിലേക്ക് പോയപ്പോൾ പന്നികൾ തിന്നുന്ന വാളവിര കൊണ്ടവൻ്റെ വയറ് നിറപ്പാൻ താല്പര്യപ്പെട്ടതുപോലെ അവൻ്റെ സുബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ആഹാരം കഴിച്ച് മിച്ചം വെക്കുന്ന എത്രയോ പേരുണ്ട്, എനിക്കതല്ലായിരുന്നല്ലോ വിഷയം എന്നവൻ മനസ്സിലാക്കാതെ പന്നികളെ തീറ്റുന്ന പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ഇറങ്ങിപ്പോയതുപോലെ അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ നിഷേധിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് എടുത്തു പറയുവാനുള്ളതിലെ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങളിൽ ഒന്നിതാണ്. അയ്യോ അകൃത്യഭാരം വഹിക്കുന്ന ഒരു ജനം, ദൈവത്തെ അറിയാത്ത ഒരു ജനം, കാലഘട്ടം തിരിച്ചറിയുവാൻ കഴിയാത്തൊരു ജനം. നമുക്കൊന്ന് മടങ്ങി വരാം, ദൈവസന്നിധിയിലൊന്ന് അനുദപിക്കാം. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ദൈവം നമുക്കതിനുള്ള കൃപ തരട്ടെ. ഇനി ഞാൻ വേറൊരു ഭാഗത്തേക്ക് തിരിയുവാനായി താല്പര്യപ്പെടുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. എതിർ ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഈ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നതായ വലിയ ബിംബം, അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കണ്ടു. ഘോരവും ഭയങ്കരവുമായ മൃഗം, നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സ് തന്നെ ഏറെക്കുറെ കറപ്റ്റായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. മുഷിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഏലിയൻസിനെ കുറിച്ച് കണ്ടു, നമ്മൾ ഏലിയൻസിനെ കുറിച്ച് ചിന്തിച്ചു. പൈശാചിക സഭകളെക്കുറിച്ചും അവൻ്റെ മാതൃകകളെക്കുറിച്ചും ഉദാഹരണങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ബാഹ്യാകാശ യാത്രകൾക്ക് വേണ്ടി പേടകങ്ങൾ നിർമ്മിക്കുന്നതും ഏലിയൻ ടെക്നോളജി ഏറ്റെടുത്തതും നാം വ്യക്തമായി കണ്ടു. നെറ്റിമേലോ കൈമേലോ മുദ്രയേറ്റ സംഭവങ്ങൾ നാം കണ്ടു കഴിഞ്ഞു.
ക്രോപ്പ് സർക്കിൾസ്, ഞാനത് ഈ പ്രാവശ്യം വിശദീകരിച്ചില്ല. ക്രോപ്പ് സർക്കിൾ ഇതെൻ്റെ വകയാണെന്ന് പറഞ്ഞ് സാത്താൻ ഭൂമിയിൽ മാർക്കിടുന്ന ക്രോപ്പ് സർക്കിൾസ് ജനം കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ അടുത്തത് ബോംബിങ്ങിലേക്കൊന്ന് മാറുവാൻ ആഗ്രഹിക്കുന്നു. യുദ്ധത്തിൻ്റെ സ്ഥിതികൾ റീസെറ്റ് ചെയ്യുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഓരോന്നും ദൈവപ്രവർത്തികൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്നത് മുഴുവനും ദൈവപ്രവർത്തികൾ റീസെറ്റ് ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ്റെ നെറ്റിമേലോ കൈമേലോ ഒരിക്കലും ഇപ്രകാരം ഒരു അടയാളമില്ല. ഈ പറയുന്നതെല്ലാം റീസെറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു റീസെറ്റിന് വേണ്ടി യുദ്ധസമ്പ്രദായങ്ങൾ മാറുന്നതായി കാണിക്കുവാനായി ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ആറ്റം ബോംബുകളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അത് രംഗത്ത് വന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഒക്കെ ആയപ്പോൾ വീണതായ വലിയ ബോംബുകൾ നമ്മുടെ കൺമുൻപിൽ നാം കണ്ടതാണ്. 2-ാം ലോക മഹായുദ്ധം ലോകത്തിൻ്റെ സ്ഥിതിയെ ആകപ്പാടെ മാറ്റുന്നത് കണ്ടതാണ്. ഫോർ എ ഗ്രേറ്റ് റീസെറ്റ്. അതിലപ്പുറത്തേതാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബയോളജിക്കൽ വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ് എന്നിവ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് ലോകം മാറി. കൊറോണ തന്നെ അതിൻ്റെ പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവർ അനേകരുണ്ട്. അല്ലെന്ന് പറയുവാൻ ആർക്കും നിവൃത്തിയില്ല. എനിക്ക് ഒട്ടും നിവൃത്തിയില്ല. ആണെന്ന് പറയുവാൻ ഞാൻ ആരുമല്ല. എന്തുമാകട്ടെ, അതുതന്നെ വലിയ ഒരു സംശയമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. റീസെറ്റ് കം ഫോർ എ ഗ്രേറ്റ് റീസെറ്റ്. നിങ്ങൾക്കിന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ റീസെറ്റ് ഇല്ലാതെ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു പരിതസ്ഥിതി വരെയും മാറിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ മാസ്കുകൾ ഉപയോഗിച്ച് തുടങ്ങി. എല്ലാവരും തന്നെ PPE കിറ്റ് എടുത്തു തുടങ്ങി. സംഗതികൾ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീസെറ്റിലേക്ക് ലോകം നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും എന്ന് മറക്കരുത്. ഇതുവരെ നാം മൃഗത്തെ കണ്ടു, അങ്ങനെയുള്ള പലതിനെയും കണ്ടു. ഇനി സഭയെ നമുക്കൊന്ന് നോക്കാം. അത് ആശ്വാസം തരുന്ന ഒന്നാണ്. ഇതുവരെ കണ്ടിരുന്ന പലതും നമ്മുടെ ഹൃദയത്തെ തന്നെ വഷളാക്കുന്നതും നമ്മുടെ ഹൃദയത്തെ തന്നെ നശിപ്പിച്ച് കളയുന്നതുമാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ചിലത് നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. എതിർ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇതുവരെ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന സകലതുമെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25:6 അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നൊരു ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രി, ഏറ്റവും ഇരുൾ നിറഞ്ഞ ഒരു സാഹചര്യം. ഇന്നത്തേതുപോലെ ഒരു വല്ലാത്ത സാഹചര്യം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ഒരു ആർപ്പുവിളി ഉണ്ടായി. വലത്തുവശത്ത് സഭ എടുക്കപ്പെടേണ്ടതിന് കാഹളം ധ്വനിക്കുന്നതും, ഇടത്തുവശത്ത് പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ ജനത്തെ ഒരുമിച്ച് കൂട്ടേണ്ടതിന് കാഹളം ധ്വനിപ്പിക്കുന്നതുമായ 2 ആശയങ്ങൾ കാണിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന പദങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:17 പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടാകും. ഈ ആർപ്പുവിളിയുടെ നടുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് മേഘത്തിൽ യേശുവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ അനുസരിച്ച് പുതിയ നിയമത്തിൻ്റെ വിശ്വാസത്തിനൊത്തവണ്ണം യേശുക്രിസ്തുവിൻ്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിച്ചാൽ ഒരു 7 വർഷം സഭ മധ്യാകാശത്തിലേക്ക് മാറ്റപ്പെടും. ആ 7 വർഷം ഭൂമിയിൽ യഹൂദന് പ്രധാനമായും മഹാപീഠാകാലം ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ 3.5 വർഷം പലരോടും നിയമത്തെ ഉറപ്പാക്കുകയും എതിർ ക്രിസ്തു ഈ ഭൂമി ഭരിക്കുകയും ചെയ്യും. അത് മൈൽഡായ ഒരു കാലഘട്ടമായിരിക്കും. എന്നാൽ രണ്ടാമത്തെ 3.5 വർഷമാകുന്നതോടുകൂടെ ആ മൈൽഡായ കാലഘട്ടത്തിൽ നിന്ന് മാറുകയും ശക്തിയേറിയ പീഠകൾ ഉയരുകയും ചെയ്യും. ആ സമയത്ത് സഭ സ്വർഗത്തിലായിരിക്കും. സഭ ഈ ഭൂമിയിൽ കാണുകയില്ല. ആ 7 വർഷത്തിന് ശേഷം വീണ്ടും യേശുക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് വരികയും തൻ്റെ മഹത്വ പ്രത്യക്ഷത ഇവിടെ നടക്കുകയും ചെയ്യും എന്ന് കാണുവാൻ കഴിയും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, യേശു മടങ്ങിവരും, സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടും. ഇതിനെ റാപ്ചർ എന്ന് വിളിക്കുന്നു. റാപ്ചർ എന്നൊരു പദം ബൈബിളിലില്ലാത്ത പല പദങ്ങളും ഉണ്ടല്ലോ. റാപ്ചർ എന്നൊരു പദം ബൈബിളിലില്ല, പക്ഷേ ആശയം പൂർണ്ണമായി കിടപ്പുണ്ട്. ട്രിനിറ്റി എന്നൊരു പദം ബൈബിളിലില്ല, ആ ആശയം പൂർണ്ണമായി കിടപ്പുണ്ട്.
അത് തെളിയിക്കപ്പെടുവാൻ ധാരാളം കഴിയുന്നതാണ്. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും എന്നത് വ്യക്തതയുള്ള കാര്യമാണ്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കേണ്ടതിന് ആകാശമേഘങ്ങളിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും എന്ന് തിരുവചനം പറയുന്നു. അതിനെ റാപ്ചർ എന്ന് വിളിക്കുന്നു. ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി: വരുന്നു വേഗം യേശുരാജൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. മണവാട്ടിതൻ ക്ലേശമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാറായി. കാര്യം ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയേണ്ടതിന്, ദുഃഖവും പ്രയാസവും അവരിൽ നിന്ന് നീക്കിക്കളയേണ്ടതിന്, ദൈവിക സന്തോഷം അവർക്ക് പൂർണ്ണമാക്കി കൊടുക്കേണ്ടതിന്, ക്രിസ്തു തൻ്റെ സഭയുമായി ഒരുമിച്ച് വാഴേണ്ടതിനായി അവരെ മധ്യാകാശത്തിലേക്ക് വിളിച്ചു ചേർക്കുന്ന ആ റാപ്ചറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വരുന്നു വേഗം യേശുരാജൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർക്കാൻ വാനമധ്യത്തിങ്കൽ. മറക്കരുത്, ഒരുങ്ങി നിൽക്കുന്ന ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശുരാജൻ മടങ്ങി വരുന്നത്. ഇന്ന് പുതുതായി ജനിച്ച ഒരു കൊച്ചു പൈതലല്ല യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി. പകരം ഈ ഭൂമിയിൽ ജീവിച്ച് തിരിച്ചറിവായി അവളുടെ സ്വന്തം കഴിവിൽ ഒരു യജമാനനെ ഒരു മണവാളനെ തിരഞ്ഞെടുക്കുന്ന ആ പരിതസ്ഥിതി വരെ വളർന്ന് മണവാളന് വേണ്ടി ജീവിപ്പാൻ തയ്യാറായ ഒരു പെൺകുട്ടിയെയാണ് തൻ്റെ മണവാട്ടിയായി യേശു അംഗീകരിപ്പാൻ വരുന്നത്. ആ മണവാട്ടി തൻ ക്ലേശമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാറായി. അവൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ടോ എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ യേശുവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഞാനും നിങ്ങളും ആ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി യേശുരാജൻ വേഗത്തിൽ വരാറായി എന്ന് മറക്കരുത്. യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ വിശുദ്ധന്മാർ ഉയർക്കുകയും സ്വർഗത്തിൽ മധ്യാകാശത്തിൽ നാം ഒരുമിച്ച് ചേരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെന്നും മധ്യാകാശത്തിലും എന്നുള്ള രണ്ട് പദങ്ങൾ ഞാൻ മാറിയും തിരിഞ്ഞും പറഞ്ഞത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു പറയുന്നത്, മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നൊരാർപ്പുവിളി ഉണ്ടായി. മണവാളൻ്റെ ഭവനത്തിൽ വെച്ചല്ല ആർപ്പുവിളി കേൾക്കുന്നത്. മണവാട്ടി വന്നു കിടന്ന് ഉറങ്ങുന്ന ഇടത്ത് വെച്ചാണ് ആ ആർപ്പുവിളി ഉണ്ടാകുന്നത്. അവർ തമ്മിൽ കാണുന്നത് മണവാട്ടിയുടെ ഭവനത്തിലല്ല, അവർ തമ്മിൽ കാണുന്നത് മണവാളൻ്റെ ഭവനത്തിലുമല്ല. അതിനിടയിൽ എവിടെയോ ഒരു സ്ഥലത്താകയാൽ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല മധ്യാകാശത്തിൽ എന്ന് പറയുവാനുള്ള കാരണം അതാണ്. മധ്യാകാശത്തിൽ സഭയും യേശുവും തമ്മിൽ ഒരുമിച്ച് കാണും എന്ന് ഇവിടെ തിരുവചനം വ്യക്തമാക്കുന്നു. അന്ന് ബീമ എന്ന ദൈവിക കോടതി നടക്കും. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും വന്ന് നിൽക്കേണ്ടവരാണ് എന്ന് പറയുന്നതായി കാണാം. ആ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ ന്യായക്കോടതിയെ ബേമ എന്ന പേരിലാണ് ഗ്രീക്ക് വേദപുസ്തകം വിളിക്കുന്നത്. ബേമ എന്നത് ഒരു ന്യായവിധിയെ കുറിക്കുന്നതാണെങ്കിലും ശിക്ഷാവിധിയെ കുറിക്കുന്നതല്ല. ഓട്ടമത്സരത്തിൽ വ്യത്യസ്ത മത്സരങ്ങളിൽ ഓടിയവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും സ്ഥാനനിർണയം നയിക്കുന്നത് പോലെ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 10-ാം സ്ഥാനം, 100-ാം സ്ഥാനം എന്നിങ്ങനെ സ്ഥാനനിർണയങ്ങൾ കൽപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിന് സ്ഥാനനിർണയങ്ങൾ കൽപ്പിക്കുന്ന കോടതിയെയാണ് ബേമ എന്ന് വിളിക്കുന്നത്. ആ ബേമായുടെ കോടതിയിൽ വരണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്കേ ഒക്കത്തുള്ളൂ. ഇവിടെ ഒരു സമൂഹം ജനം അവരുടെ പേര് വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഇറങ്ങി വരുവാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന് ആർത്തു പാടുന്ന ഒരു സമൂഹം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ, പാർത്തലെ രക്ഷപ്പെട്ടവരക്കരെ ആകാശക്കൂടി പേർ വിളിക്കുമ്പോൾ, പേർ വിളിക്കും നേരം കാണും എൻ പേരുമെന്ന് പറഞ്ഞ് ആ പേർ വിളി കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഇങ്ങനെ നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മറക്കരുത്, അന്ന് അടിസ്ഥാനമില്ലാതെ പണിത സകല പണികളും വീണുപോകും. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമുള്ള ഒരു പണി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. വ്യക്തമായ അടിസ്ഥാനമുള്ള ഒരു പണി, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന എല്ലാ പണിയും ശോധന ചെയ്യും. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ പണിത യാതൊരു പണിയും ശോധന ചെയ്യപ്പെടുന്നതല്ല. നിത്യതയിൽ ശോധന ചെയ്യപ്പെടേണ്ടതിന്, മധ്യാകാശത്തിൽ ശോധന ചെയ്യപ്പെടേണ്ടതിന് ചെയ്യപ്പെടുന്ന ആ സകല പണികളും ശോധന ചെയ്യപ്പെടേണ്ടതാകയാൽ നമ്മുടെ പണികൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഏൽപ്പിക്കപ്പെടാം. ബൈബിൾ വീണ്ടും പറയുന്നു, പൊന്ന്, വെള്ളി, വിലയേറിയ രത്നങ്ങൾ മുതലായതുകൊണ്ട് പണിയുന്ന എല്ലാ പണിയും തേജസ്സോടെ നിലനിൽക്കും. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്ന പണി തീയോട് ശോധന ചെയ്യപ്പെടുന്നതോടെ നശിച്ചു പോകും. അതുകൊണ്ട് നശിച്ചു പോകേണ്ടതിനല്ല, നിലനിൽക്കുന്ന പണി പണിയുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം.
രണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സാൽവേഷൻ ബൈ ഗ്രേസ് എലോൺ, കൃപയാൽ മാത്രമുള്ള രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം എന്തെല്ലാം പ്രമാണങ്ങൾ നമുക്ക് തരുന്നുവോ ആ കല്ലുകൾ ഓരോന്നോരോന്ന് എടുത്തു വെച്ച് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ നമ്മുടെ പണികളെ ചെയ്യുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. മധ്യാകാശത്തിൽ ബേമയുടെ മുമ്പിൽ നമ്മുടെ പണി വീണുപോയാൽ നമുക്ക് മുഴുവനും നഷ്ടമായി തീരും. നമ്മുടെ പണി നിൽക്കുന്നുവെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. ഞാനിവിടെ കുറച്ച് ട്രോഫികൾ, കുറച്ച് മെഡലുകൾ, കുറച്ച് കിരീടങ്ങൾ ഒക്കെയാണ് കാണിപ്പാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ അത് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. തേജസ്സിൻ്റെ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങുവാൻ, തേജസ്സിൻ്റെ മനോഹരതകൾ ഏറ്റുവാങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നാം ഈ ഭൂമിയിൽ പ്രവർത്തിച്ചതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും വന്നു നിൽക്കേണ്ടതാണ്, മറക്കരുത്. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായി ഉയർക്കും, ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും, സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടും. ആ ദിവസങ്ങളിൽ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലോകപ്രകാരമുള്ള പല കാര്യങ്ങളായിരുന്നെങ്കിൽ എതിർ ക്രിസ്തുവിനെയാണ് നാം കണ്ടത്. ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗത്തെയാണ് നാം കണ്ടത്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുക. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതൽ, തേജസ്സുള്ള വസ്ത്രം ധരിച്ചവളായി, ദൈവം തരുന്ന ദൈവിക മാന്യതകൾ അണിഞ്ഞവളായി, വരങ്ങളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട്, കൃപാവരങ്ങളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്ന ഒരു ഉത്തമ കന്യകയായി മാറുവാൻ നമ്മുടെ ദൃഷ്ടി ഈ കന്യകയിൽ ഒന്ന് വന്നെങ്കിൽ നന്നായിരുന്നു. കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരുവളായി മാറണം. ആ ഘോരവും ഭയങ്കരവുമായ മൃഗം എൻ്റെ വകയല്ല, ടെററിസം എൻ്റെ വകയല്ല, കറപ്ഷൻ എൻ്റെ വകയല്ല, മറ്റൊരാളിനെ വഞ്ചിക്കുന്നത് എൻ്റെ വകയല്ല. പകരം എനിക്ക് എങ്ങനെയും എൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് ക്രിസ്തുവിന് അനുരൂപയായ ഒരു മണവാട്ടിയായി മാറണം എന്ന് പറയുന്നവർക്കായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് കാണാം. അവനവളെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനായും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എഫേസ് ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നു. യേശു ഇവിടെ വന്ന് വില മുടക്കിയത് സഭയ്ക്ക് വേണ്ടിയാണ്. യേശു ഇവിടെ വന്ന് വില മുടക്കിയത് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ്. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനായും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ച് കൊടുത്തു. സത്യത്തിൽ ഇന്ന് ഹാർവസ്റ്റ് ടെലിവിഷനിൽ വരുന്നവർക്ക് ആദ്യം മുതൽ അവസാനം വരെ മെസ്സേജ് തന്നെ ലഭിക്കുവാനിടയായിത്തീരുന്നു. കാരണം ഇന്ന് ഭൂമിയിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബഥേൽ സഭ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിൻ്റെ ഭാഗമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറോണയുടെ പ്രശ്നമുണ്ടായി, ശ്വാസവിമിഷ്ടത്തിൻ്റെ പ്രയാസമുണ്ടായി. എനിക്ക് പൊതുവിൽ സഭായോഗത്തിന് പോകുവാൻ കഴിയാതെയായതിനാൽ, വീടിനകത്തൊറ്റയ്ക്കിരുന്നു കൊണ്ട് ശുശ്രൂഷിക്കേണ്ട ഒരു രംഗമുണ്ടായതിനാൽ, മുഴുസമയവും ബ്രോഡ്കാസ്റ്റിങ്ങും മറ്റും പ്രയാസമുണ്ടാകുന്നതിനാൽ ഇപ്രകാരം അവസരം നീണ്ട സമയം വേർതിരിക്കുകയും അങ്ങനെ നീണ്ട സമയം ഇന്ന് മെസ്സേജിന് വേണ്ടി എടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് ഇത് പ്രയോജനമാകട്ടെ. കർത്താവിൻ്റെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ക്ഷണിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും വെള്ള വിവാഹവസ്ത്രം ധരിക്കുവാൻ വരം കൊടുത്തവരാണ്. വിവാഹവസ്ത്രമില്ലാതെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ വിവാഹവസ്ത്രമില്ലാതെ വന്നിരുന്നാൽ അവർ വലിയ ശിക്ഷയിലേക്ക് അകപ്പെടും എന്ന് കരുതി അവരുടെ വസ്ത്രം വെണ്മയിൽ സൂക്ഷിക്കുവാൻ കർത്താവ് എല്ലാവർക്കും തന്നെ കൃപ തരട്ടെ. തൻ്റെ മണവാട്ടി എത്രയോ അധികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ നന്മകൾ നാം ഉപയോഗിക്കുവാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാന്യതകൾ നാം ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ മെഡലുകൾ, കിരീടങ്ങൾ, ട്രോഫികൾ ഇതൊക്കെ ഞാനിവിടെ എടുത്തു കാണിച്ചു. എന്നാൽ ഇതിനപ്പുറത്ത് തേജസ്സിൻ്റെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മണവാട്ടിയായി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും തന്നെ ഭാഗ്യമുള്ളവരാണ്. എന്നാൽ എനിക്ക് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു തന്നത് എന്നെ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിക്കേണ്ടതിനായിരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11:2-3 വാക്യം വീണ്ടും ആവർത്തിക്കാം. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ആ പദത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഹൃദയം നിർമ്മലത വിട്ട് വഷളായി പോകാതെ ആ ഏകാഗ്രതയിൽ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.
ആരാധന നമ്മുടെ പ്രധാന ഭാഗമാണ്. ജീവിത വിശുദ്ധി നമ്മുടെ പ്രധാന ഭാഗമാണ്. അനേക കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒന്നാമത്തേതിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, ജീവിത വിശുദ്ധിക്കും ദൈവത്തിൻ്റെ പ്രമാണത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാൻ, തൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുവാൻ, പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നതൊക്കെയും കാത്തുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ഏകസത്യ ദൈവത്തിൻ്റെ പാദത്തിൽ നിൽക്കുവാൻ, നമ്മുടെ ഹൃദയം ദൈവിക വിശുദ്ധിയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. മറക്കരുത്, സാത്താൻ്റെ പിടിവാശി നിൽക്കുകയാണ്. ഭൂമി മുഴുവനും അടക്കണം, ഒരുമിച്ച് ഭരിക്കണം. ഐ വിൽ അസെൻഡ് ഇൻ ടു ഹെവൻ. ഞാൻ സ്വർഗത്തിൽ കയറും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലയോ നീ ഹൃദയത്തിൽ പറഞ്ഞത്? അതെ, ഇതൊക്കെ സാധിക്കേണ്ട സമയമാണ്. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ, സഭ മാറ്റപ്പെടുന്ന സമയമായി. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യും. ഈ സാഹചര്യത്തിൽ സ്വർഗത്തിൽ ഭീമ നടന്നു, റിവാർഡുകൾ കൊടുത്തു. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു. ദൈവത്തിൻ്റെ മണവാട്ടി സഭയെ ദൈവം അംഗീകരിച്ചു. അത് തുടർന്ന് യേശുക്രിസ്തു രാജ്യത്വം ഏൽക്കുകയും സഭയുമായി താൻ വേളി കഴിക്കുകയും ചെയ്ത സംഭവങ്ങൾ തൻ്റെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ഗൗരവമായി ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാട് പേർ ആ ദിവസങ്ങളിൽ കൈവിടപ്പെട്ടു പോകും. ഒരുപാട് പേർ ആ ദിവസങ്ങളിൽ കൈവിടപ്പെട്ടു പോകും. ദൈവത്തോടുള്ള മാന്യതയിലും ഏകാഗ്രതയിലും നിൽക്കുവാൻ കഴിയാത്തവർ കൈവിടപ്പെട്ടു പോകും. എന്നാൽ ഒരു ചെറിയ 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 പ്രത്യാശയുടെ കിരണം മാത്രം ഞാനിവിടെ വിതറട്ടെ. അന്ന് അധിക കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവർ, വലിയ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവർ, നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരെ മഹോദ്രവകാല വിശുദ്ധന്മാർ എന്നറിയപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ എത്തിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കരുത്. അല്ലാതെ തന്നെ അതിനു മുന്നമേ മാനസാന്തരപ്പെടുക. ഇന്നത്തെ മാനസാന്തരത്തിലും ജീവിതത്തിലും കഴിയാത്തവർക്ക് അന്ന് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഒരവസരമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നൊരു പദം കാണാം. എല്ലാ ഇനം മ്ലേച്ഛമായ ചിന്തകൾ, എല്ലാ ഇനം വ്യാജമായ പഠിപ്പിക്കലുകൾ, എല്ലാ ഇനം മര്യാദകെട്ട ജീവിത തര്യങ്ങൾ, ലോകപ്രകാരമുള്ള സുഖങ്ങൾ, ഇവയെല്ലാം കൊടുക്കുന്ന വീണുപോയ ദൂതന്മാരിൽ 1/3 തേണ്ട സാത്താൻ്റെ കയ്യിലുണ്ട് എന്ന് മറക്കരുത്. ഈ മഹോദ്രവകാലത്തിൻ്റെ സമയമാകുന്നതോടുകൂടെ സാത്താൻ ആ ദൂതന്മാരെ ഭൂമിയിലേക്ക് അയക്കുകയും തൻ്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 ഭൂമിയിലേക്ക് ഇടുകയും അങ്ങനെ എറിഞ്ഞുകളഞ്ഞ സാഹചര്യത്തിൽ ഭൂമിയെ ഏറ്റവും മോശമായി ഭരിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഒരു 3.5 വർഷത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുകയും 3.5 വർഷത്തേക്ക് നിയമം കൊണ്ട് അടക്കി ഭരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമെങ്കിലും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിലും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും സക്കരിയാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 4-5 വാക്യങ്ങളിലും കർത്താവ് രാജാധിരാജാവും ദൈവാധിദൈവവുമായി ഇറങ്ങി വരും. മറക്കരുത്, അന്തരീക്ഷം മുഴുവനും മുഖരിതമായി. അന്തരീക്ഷം മുഴുവനും പൈശാചിക ശക്തികളാൽ നിറഞ്ഞു. ഇതിനു മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും കാണുവാനില്ലാത്തതുമായ വലിയ ന്യായവിധി ഉണ്ടായി. ആ സാഹചര്യത്തിൽ മഹാ ഉപദ്രവത്തിൻ്റെ നടുവിൽ എൻ്റെ കർത്താവായ യേശു മേഘപ്രത്യക്ഷനാകും. താൻ മഹിമയോടെ എഴുന്നള്ളി വരുന്ന തൻ്റെ ഗ്ലോറിയസ് അപ്പിയറൻസ്, തൻ്റെ മഹത്വപ്രത്യക്ഷത ഉണ്ടാകും എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ, അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടത് ആകുന്നു. അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതായ സാത്താനെ 1000 ആണ്ടേക്ക് മുദ്രയിട്ട് സൂക്ഷിക്കേണ്ടതിനായി പിടിച്ചു കെട്ടുവാൻ ഒരു ദൂതൻ ഇറങ്ങി വരികയും അവർ സാത്താനെ പിടിച്ചു കെട്ടുകയും ചെയ്യും. കർത്താവായ യേശു ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. മേഘാരൂഢനായി വന്നിടുമേ, 10,000 പേറുകളിൽ സുന്ദരൻ, തൻ്റെ കോമളരൂപം കണ്ട് ആനന്ദിപ്പാൻ ഒരുങ്ങി നിൽക്കാം എന്നിത്യാദികൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി കഴിയും. ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. തൻ്റെ ഈ സാത്താനെ പിടിച്ചു കെട്ടുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. മറക്കരുത്, 7 തലയും 10 കൊമ്പുമുള്ളതായ
തീ നിറമുള്ളതായ ആ മഹാസർപ്പം സ്വന്തമായ അധികാരം കൊണ്ട് ഭരിക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എതിർ ക്രിസ്തുവിന് അധികാരം കൊടുത്തവനെ പിടിച്ചു കെട്ടുന്നതോടുകൂടെ മൃഗം ഒറ്റപ്പെടും, എതിർ ക്രിസ്തുവിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടും. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഇടം അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. നമുക്ക് കർത്താവായ യേശുവിനോടുകൂടെ എടുക്കപ്പെടുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തയ്യാറാകണം. തുടർന്ന് കർത്താവായ യേശു രാജ്യത്വം സ്ഥാപിക്കുകയും എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി നമുക്ക് ഒരു ജയം തരികയും തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം ഈ മണ്ണിൽ വെച്ചുകൊണ്ട് ആ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാൻ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച് തൻ്റെ ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു ന്യായക്കോടതി വരും. അതിനപ്പുറത്ത് വലിയ വെള്ളസിംഹാസനത്തിൻ്റെ വിധി കണ്ടു നിത്യത വിരിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും.